السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا ونبينا وحبيبنا ومولانا ومجتبانا ومرتضانا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم رب تقبل دعوتي واغسل حوبتي وسدد لساني. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا حرجا مما قضيت ويسلموا تسليما. صدق الله العلي العظيم. وقال سيدنا ومولانا محمد صلى الله عليه وسلم: من يعش منكم بعدي فسيرى اختلافا كثيرا فعليكم بسنتي وسنة الخلفاء الراشدين المهديين تمسكوا بها وعضوا عليها بالنواجذ. يا سيد السادات جئتك قاصدا أرجو رضاك وأهتمي بهماك. يا أكرم الثقلين يا كنز الورى جدلي بجودك فرضني برضاك. أنا طامع بالجود منك ولم يكن لأبي حنيفة في الأنام سباك.
സമാദരണീയരായ ഈ മഹത്തായ യോഗത്തിന്റെ അധ്യക്ഷൻ, വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാനപ്പെട്ട റഹീം ഫൈസി, ഇസ്ഹാഖ് ഫൈസി, ഈ മഹത്തായ യോഗത്തിന്റെ അഭിവന്ദരായ സംഘാടകർ, ഇവിടെ ഒരുമിച്ചുകൂടിയ സഹോദര സഹോദരിമാർ, വിശേഷിച്ച് SKSSFന്റെ കർമ്മോത്സുകരായ പ്രവർത്തകർ, നമ്മുടെ ഈ ഒത്തുചേരലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ദീനിന്റെ ഒരു ഖിദ്മത്തായി, ഒരു പ്രബോധനമായി, ഒരു പ്രചരണമായി നമ്മിൽ നിന്ന് അല്ലാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. പള്ളിപ്പുറം ശാഖ SKSF സംഘടിപ്പിക്കുന്ന 3 ദിവസം നീണ്ടു നിൽക്കുന്ന ശാഖാ സമ്മേളനത്തിന്റെ 2ാമത്തെ ദിവസം ആദർശ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ ഈ പരിപാടി ഈ പള്ളിപ്പുറം തൂരിസീന നഗരിയിൽ ഒരുമിച്ചുകൂടിയ ആളുകൾ, തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ വീക്ഷിക്കുന്നതിനപ്പുറം കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ, സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നും മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടുന്നങ്ങളിലൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. പവിത്രമായ ഈ ആദർശ സമ്മേളനം പള്ളിപ്പുറത്തിന്റെ ഒരു പ്രത്യേകത, 10-15 വർഷമായി കർമ്മവീതിയിൽ കർമ്മോത്സുകരായ പ്രവർത്തകരുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ SKSFന്റെ ഭൂമികയിൽ, ഈ നാട്ടിൽ, പള്ളിപ്പുറം നാട്ടിൽ, നമ്മുടെ മുഖ്യ ആദർശ വിരുദ്ധ ചേരിയായ ബിദഈ പ്രസ്ഥാനങ്ങൾ, അത് മടവൂരിയും ജിന്നൂരിയും മിൻസൂരിയും ഒറിജിനലൂരിയും ഡ്യൂപ്ലിക്കറ്റൂരിയും എല്ലാ ഊരികളും നിറഞ്ഞു നിൽക്കുന്ന ഒരു നാടാണ്. മാറി നിന്ന് പ്രഭാഷണങ്ങൾ നടത്തുന്നതിനപ്പുറം ആദർശപരമായി ഒരു സൗഹൃദ സംവാദമാണ് നാം ഈ മുഖാമുഖത്തിലൂടെ, ഈ ആദർശ സമ്മേളനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. നമ്മുടെ പ്രവർത്തകർ നേരിട്ട് അവരെ അറിയിക്കുകയും എഴുത്തുകൊടുക്കുകയും പ്രചരണം നടത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തു വരുന്ന എല്ലാ ആചാരങ്ങളെയും ശിർക്ക് കുഫറാണെന്ന് മുദ്രകുത്തുന്ന അവർ, പ്രമാണം ഞങ്ങളുടെ കയ്യിലാണെന്ന് വീരവാദം മുഴക്കുന്ന അവർ, ഏതെങ്കിലും ഒരു ആദർശം പ്രമാണം കൊണ്ട് സമർത്ഥിക്കാൻ, നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ചര്യയെ, ഒരു ആചാരത്തെ ഇസ്ലാമിന്റെ ഏതെങ്കിലും പ്രമാണങ്ങൾ കൊണ്ട് ഗണ്ണിക്കാൻ നമ്മൾ നിങ്ങൾക്ക് തയ്യാർ ചെയ്തു വെച്ച ഈ ഓപ്പൺ സദസ്സിലേക്ക് നിങ്ങൾ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ പോലും ഞങ്ങളുടെ സംസാരം നിങ്ങൾ മാറി ശ്രവിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. വിനയത്തോടെ നമ്മുടെ ആദർശ സമ്മേളനം ശ്രവിക്കുന്ന ബിദഈ പ്രസ്ഥാനക്കാരോട്, മുജാഹിദുകളോട്, മുജാഹിദിന്റെ എല്ലാ വിഭാഗം ആളുകളോടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കൃത്യം 9 മണിക്ക് പ്രസംഗം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 10 മണിവരെ പ്രസംഗം കൊണ്ടുപോവുകയും അവിടുന്ന് അങ്ങോട്ട് ചോദ്യോത്തരത്തിന് നീക്കിവെക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ചോദ്യകർത്താക്കളുടെ ബാഹുല്യമുണ്ടെങ്കിൽ 9:30 മണിക്ക് തന്നെ പ്രസംഗം അരമണിക്കൂർ കൊണ്ട് നിർത്താം. ചോദ്യകർത്താക്കൾ വരാത്ത പക്ഷം നമ്മുടെ വിശദീകരണം ഇത്തിരി നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് ആമുഖമായി പറയുകയാണ്, ചോദ്യകർത്താക്കൾ നിങ്ങൾ കടന്നു വരണം. നിങ്ങൾക്ക് ചോദിക്കാനുണ്ട് എന്നിവിടെ സംഘാടകരെ അറിയിക്കുന്നത് പക്ഷം നമ്മുടെ പ്രസംഗം വേഗം ചുരുക്കാൻ വേണ്ടിയാണ്. വല്ല ആദർശവും വിദേത്താണ്, ശിർക്കാണെന്ന് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പറയുന്നതിന് പകരം ഏതെങ്കിലും ഒരായത്ത്, ഖുർആനിലെ 6000 ചില്ലറ ആയത്തുകളിൽ ഏതെങ്കിലും ഒരായത്തിൽ ഖബർ കെട്ടൽ ശിർക്കാണ്, മഹാന്മാരോട് സഹായം തേടൽ ശിർക്കാണ്, സിയാറത്ത് ശിർക്കാണ്, അല്ലെങ്കിൽ മഹത്തുക്കളെ ഇടതേടൽ ശിർക്കാണ്, മഹത്തുക്കളുടെ മഖാമുകളിൽ നാം വിളക്ക് കത്തിക്കൽ ശിർക്കാണ്, അവിടെ ആദരവുകൾ അർപ്പിക്കൽ ശിർക്കാണ്,
എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഖുർആനിൽ ഏതെങ്കിലും ഒരു ആയത്ത് ധരിച്ച് അത് ശിർക്കാണെന്ന് പറയാൻ സമർത്ഥിക്കാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വരണം. വൈകാരികമായി സംസാരിക്കുകയല്ല. കാരണം പള്ളിപ്പുറത്തിന്റെ മണ്ണ് അത് സമസ്തയുടെ സുന്നത്ത് ജമാഅത്തിന്റെ മണ്ണാണ്. ഏതെങ്കിലും കുറച്ചാളുകൾ ചെറിയൊരു വായനശാലയുണ്ടാക്കി ഏതെങ്കിലും ഒരു മുറിപ്പീടികയിലിരുന്ന് കവലപ്രസംഗം നടത്തുന്നതിനപ്പുറം പ്രമാണബദ്ധമായി നമ്മൾ ഒരുപാട് പരിപാടികൾ ഇവിടെ വച്ചിട്ടുണ്ട്. ഞാൻ ഓർമ്മിക്കുകയാണ്, തൊട്ട് കുറച്ചു കാലം മുമ്പ് നമ്മുടെ മദ്രസയിൽ നടത്തിയ ഒരു ക്യാമ്പിൽ ചോദ്യോത്തര സെഷൻ അടക്കം നടന്ന ഒരു പരിപാടിയിൽ, ഒരു മുഖാമുഖ പരിപാടിയിൽ പങ്കെടുത്തത് ഞാൻ കുറച്ചു വർഷം മുമ്പ് പങ്കെടുത്തത് ഞാൻ ഓർമ്മിക്കുകയാണ്. ഇങ്ങനെ വിവിധ രീതിയിൽ ഓപ്പണായും പബ്ലിക്കായും അതുപോലെ തന്നെ മദ്രസയിൽ വെച്ചും പല രീതികളിലുമായി പല മുഖാമുഖങ്ങളും പല ആദർശ പരിപാടികളും നാം സംഘടിപ്പിക്കാറുണ്ട്. ഇങ്ങനെ ഒരു മുഖാമുഖം പള്ളിപ്പുറത്ത് എന്നല്ല, നമ്മൾക്ക് ഔദ്യോഗികമായി എഴുത്തു തന്ന് നമ്മുടെ നാട്ടിന് പുറങ്ങളിൽ എവിടെയെങ്കിലും ഒരു ഓപ്പണായി വളരെ സുതാര്യമായ ഒരു മുഖാമുഖം നടത്താൻ ഈ രാജ്യത്തുള്ള ഏതെങ്കിലും വിദേശി കക്ഷികൾക്ക് സാധിക്കുമോ? സമസ്ത ഏതര കക്ഷികൾക്ക് സാധിക്കുമോ? വിനയത്തോടെ ചോദിക്കുകയാണ്. എന്റെ മുജാഹിദ് സുഹൃത്തുക്കളെ, മടവൂരികളെ, കേന്നമുകാരെ, ദേവാവിങ്ങുകാരെ, സക്കരിയാക്കളെ, സുബൈർ മൗലവിമാരെ, ഏതൊക്കെ ഗ്രൂപ്പുണ്ടോ ആ ഗ്രൂപ്പുകാരെ മുഴുവനും വിളിച്ചു ചോദിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമികളെ, തബ്ലീഗുകാരെ, അതുപോലെ ചേകനൂരി, കാദിയാനി, സർവ്വൂരികളോട് ഞങ്ങൾ പറയുകയാണ്, ഈ കേരളത്തിന്റെ മണ്ണ് സമസ്തയുടെ മണ്ണാണ്. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ മണ്ണാണ്. ഇത് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മണ്ണാണ്. ഇത് പാങ്ങിലുകാരന്റെ മണ്ണാണ്. ഇത് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും തേനൂട്ടി പാലൂട്ടി വളർത്തിയ പ്രസ്ഥാനമാണ്. ഇത് സഹാബത്തിന്റെ പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ്. ഇത് മഹാന്മാരായ മഖ്ദൂമുമാരുടെ പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ്. നിരവധി അനവധി താബിഈങ്ങളുടെ മധുരായ സ്നേഹോസ്മലമായ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം കുറിച്ച മണ്ണാണ്. ഈ മണ്ണിൽ 1922 ശേഷം മാത്രം കടന്നു വന്ന വഹാബികൾക്ക് ഇടമില്ല. ഒരു പ്രസ്ഥാനത്തിനും ഇവിടെ പ്രമാണസുബദ്ധമായി പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല എന്ന് ഈ സമ്മേളനത്തിലൂടെ ഞങ്ങൾ വീണ്ടും പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഞങ്ങൾ കളിക്കാതെ ജയിക്കും, അഥവാ ഉറച്ച ചോദ്യക്കാരനും ഞങ്ങളുടെ മുമ്പിൽ വരാൻ പോലും ധൈര്യമില്ലെന്ന് ഈ സമ്മേളനം പ്രഖ്യാപിക്കും. അല്ലെന്നുണ്ടെങ്കിൽ വഹാബികളെന്ന് കാണിക്കട്ടെ. നിങ്ങൾ കവല പ്രസംഗം നടത്തുന്നുണ്ടല്ലോ, ഒറ്റയ്ക്ക് ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾ എഴുതി വാറോല വിടുന്നുണ്ടല്ലോ, നിങ്ങൾ ലഘുലേഖ വിതരണം നടത്തുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് സാധിക്കുമോ ആ ലഘുലേഖയിൽ നിങ്ങൾ എഴുതിവിടുന്ന ആയത്തിന്റെ തുണ്ടുമായിട്ട് ഒന്നിങ്ങോട്ട് വരൂ, ഞങ്ങൾ അർത്ഥം വെച്ച് തരാം. നിങ്ങൾക്കതിന് അർത്ഥം നേരെ പറയാൻ അറിയില്ല എന്ന് സമൂഹത്തിന് മുമ്പിൽ വെച്ച് ഞങ്ങൾ ബോധ്യപ്പെടുത്തി തരാം. ഇതേതാണ് മണ്ണെന്നറിയുമോ? ഇത് പരിശുദ്ധരായ സ്വഹാബത്താണ് ഇവിടെ കടന്നു വന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബി മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കാലഘട്ടത്തിൽ തന്നെ സ്വഹാബത്തിന്റെ പ്രയാണം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഏതാണ്ടെത്തിയിട്ടുണ്ട്. 12ഓളം സ്വഹാബികൾ പായക്കപ്പലിലൂടെ അറബിക്കടൽ കീറിമുറിച്ചുകൊണ്ട് കേരളത്തിലേക്ക് വന്നത് പരിശുദ്ധ സുന്നത്ത് ജമാഅത്തുമായിട്ടാണ്. പുണ്യപ്രവാചകന്റെ മുഖത്ത് നോക്കി ബറക്കത്തെടുക്കുന്ന, പുണ്യപ്രവാചകന്റെ ചുണ്ടിലൂടെ നിർഗളിക്കുന്ന ഉമിനീരുകൾ വാരിയെടുത്ത് ബറക്കത്തെടുക്കുന്ന, പുണ്യപ്രവാചകന്റെ ശരീരത്തിലൂടെ നിർഗളിക്കുന്ന വിയർപ്പിന്റെ തുള്ളികൾ കൊണ്ട് ബറക്കത്തെടുക്കുന്ന, പുണ്യപ്രവാചകൻ ഉപയോഗിച്ച ശരീരത്തിൽ ഉപയോഗിച്ച വസ്ത്രങ്ങൾ കൊണ്ട്, അവിടുത്തെ കാലിൽ ധരിച്ച ചെരുപ്പുകൾ കൊണ്ട്, അവിടുന്ന് ചവിട്ടിയ മണൽത്തരികളെ കൊണ്ട് ബറക്കത്തെടുക്കുന്ന, അവിടുന്ന് കിടന്ന കിടപ്പാടം കൊണ്ട് ബറക്കത്തെടുക്കുന്ന, അവർ ചലിച്ച ഭൂമിയിലൂടെ ബറക്കത്തെടുക്കുന്ന, അവർ കുടിച്ച അവശിഷ്ട വെള്ളത്തിലൂടെ ബറക്കത്തെടുക്കുന്ന, അവരുടെ ഓരോ ചെയ്തികളിലൂടെയും ബറക്കത്തെടുത്ത, അവിടുത്തെ അങ്ങേയറ്റം ബഹുമാനിച്ച, അവരോട് തവസ്സുൽ നടത്തിയ, അവരോട് ഇസ്തിഗ്ഫാർ നടത്തിയ, അവരോട് ഇസ്തിഗാസ നടത്തിയ പുണ്യപ്രവാചകന്റെ അരുമ ശിഷ്യന്മാരായ സ്വഹാബത്ത്, ആ സ്വഹാബത്തിന്റെ പുണ്യപ്രവാചകനോട് കാണിച്ച ആദരവ് ഇമാം ബുഖാരി തങ്ങൾ എന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തതൊക്കെയായി കാണാം. ഫിറോക്ലിയസ് ചക്രവർത്തിയുടെ അതിശക്തമായ അത്ഭുതകരമായ ചരിത്രം വിവരിക്കുന്ന വളരെ സുദീർഘമായ അധ്യായത്തിൽ ഇമാം ബുഖാരി തങ്ങൾ തന്നെ ഉദ്ധരിക്കുന്നതായി കാണാം. വമാ റഅയ്തു അഹദൻ യുഅല്ലിമു അഹദൻ കമാ റഅയ്തു അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദാ. ലോകത്തൊരനുയായിയും ഒരു നേതാവിനെ ബഹുമാനിക്കുന്നത് പുണ്യനബിയെ സ്വഹാബത്ത് ബഹുമാനിക്കുന്നത് പോലെ ഒരനുയായിയും
ഒരനുയായിയും നേതാവിനെ ബഹുമാനിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് അത്ഭുതകരമായി പ്രവാചകന്റെ കൊടിയ ശത്രുവായ അബൂ സുഫിയാൻ പോലും പ്രഖ്യാപിച്ചത്. കൊടിയ ശത്രുവായിരുന്ന കാലത്ത് അബൂ സുഫിയാൻ പോലും പ്രഖ്യാപിച്ചത്. ഹിറാക്ലിയസ് ചക്രവർത്തിയുടെ ചരിത്രം പറയുന്ന അധ്യായത്തിൽ ഇമാം ബുഖാരി മാലോകരുടെ മുമ്പിൽ വെളിപ്പെടുത്തുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ബഹുമാനമെന്നത് അള്ളാഹു ആദരിച്ചതിനോട് കാണിക്കുന്ന ആദരവാണ്, അള്ളാഹു ബഹുമാനിച്ചതിനോടുള്ള ബഹുമാനമാണ്. ഈ ബഹുമാനം ഇസ്ലാമിന്റെ അടിത്തറയാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം, അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കൽ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ തഖ്വയുണ്ടാകുമ്പോൾ ആ തഖ്വയുണ്ടാകുന്ന ഹൃത്തളങ്ങളിൽ നിന്ന് നിർഗളിക്കുന്നതാണ് അല്ലാഹു ബഹുമാനിച്ചതിനോടുള്ള ബഹുമാനമെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോൾ, ഈ ബഹുമാനമുണ്ടല്ലോ, പുണ്യപ്രവാചകരോട് കാണിക്കുന്ന ബഹുമാനം, അല്ലാഹു ആദരിച്ചവയോട് കാണിക്കുന്ന ബഹുമാനം, അല്ലാഹു ആദരിച്ച സ്ഥലങ്ങളോടുള്ള ബഹുമാനം, ഈ ബഹുമാനത്തോട് നീരസം തോന്നുന്നൊരു വർഗം ഈ ഭൂമിയിൽ വന്നാൽ, അത് ഇസ്ലാമിന്റെ ലേബലിലാകുകയും ചെയ്താൽ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹു പറയുന്നു ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അല്ലാഹു ബഹുമാനിച്ചതിനോടുള്ള ബഹുമാനം അത് കൽബിൽ നിന്നുണ്ടാകുന്ന തഖ്വയാണ്. കൽബിൽ തഖ്വയുണ്ടാകുന്നവരിൽ നിന്ന് നിർബലിക്കുന്ന ഒന്നാണ്. എന്നാൽ കൽബിൽ തഖ്വയുണ്ടാകാത്ത ആളുകൾ, അവർക്കാണ് ഇതിനോട് വിരോധമുണ്ടാകുന്നത്. അവരുടെ ഹൃദയം വളരെ മോശമാണ്. വിശുദ്ധ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ തങ്ങളവர்கள் പറയുന്നത് കാണാം, മുട്ടോളം തുണിയെടുക്കുന്ന ആളുകൾ, താടി നീട്ടിവെക്കുന്ന ആളുകൾ, തലമുണ്ടനം ചെയ്യുന്ന ആളുകൾ, അതിശക്തമായ ഇബാദത്തുകൾ കൊണ്ട് ജനങ്ങളെ പ്രകടനങ്ങളുടെ മുമ്പിൽ പ്രകടനം കാണിക്കുന്ന ആളുകൾ, ലാ യുജാബിദു, അവരുടെ ഈമാൻ വിട്ടുകിടക്കൂല, തറാഖിയഹും, തൊണ്ടക്കുഴിയപ്പുറം, പുറത്താണ്, വെറും വായ വിപ്ലവം മാത്രം, കുറെ സംസാര വിപ്ലവം മാത്രം, അവരുടെ കൽബിൽ ഈമാനില്ല. അത് തൊണ്ടക്കുഴിക്കപ്പുറം വിട്ടുകിടക്കാത്ത ഒരു പറ്റം ഈമാനില്ലാത്ത വർഗമാണെന്ന് പ്രവാചകൻ പ്രവചിച്ച ആ സമൂഹമാണിവർ. അവരുടെ കൽബിൽ തഖ്വയില്ലാത്തത് കൊണ്ടാണ് അള്ളാഹു ബഹുമാനിച്ചതിനോട് ബഹുമാനം വരാത്തത്. മഹാന്മാരെ ബഹുമാനിക്കൽ അത് അവരെ ആരാധിക്കലാ പോലും, അവരെ കൈപിടിച്ചു മുത്തൽ അത് അവർക്ക് സുജൂദ് അർപ്പിക്കലാണത്രേ. മക്കാമിലേക്ക് പോയി അവിടെ നിന്ന് ആദരവ് കാണിച്ചാൽ അത് ആരാധനയാണത്രേ. മഹാന്മാരോടുള്ള നമ്മുടെ എല്ലാ ബഹുമാനവും പിച്ചു ചീന്താൻ അതാണ് അവരുടെ പ്രബോധനം. ഒരിക്കലും സാധ്യമല്ല. എന്തുകൊണ്ട്? ഇസ്ലാമിന്റെ അടിസ്ഥാനമാണിത്. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കൽ ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്. ഈ അടിസ്ഥാനം അത് തകർക്കാൻ വന്ന ആളുകളെ തകർത്തെറിയുക എന്നത് നമ്മുടെ ദൗത്യമാണ്. ആ ദൗത്യം നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. പള്ളിപ്പറമ്പിലെ SKSF-ന്റെ ചുണക്കുട്ടികളുടെ കാലത്തോളം ഇവിടെ ഒരു ശക്തിക്കും വളരാൻ സാധ്യമല്ല. വൈജ്ഞാനികമായി, ആദർശപരമായി, ആരോഗ്യകരമായി ഇടപെടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സംവദിക്കാനാണ്, അവരോട് സംവദിക്കാനാണ്, അവരോട് സംസാരിക്കാനാണ്, അവർക്ക് അവസരമെന്ന നിലക്കാണ് ഈ സമയത്തും വളരെ ചുരുങ്ങിയ പരിമിതമായ 3 ദിവസം മാത്രം നിലനിൽക്കുന്ന ഈ സമ്മേളനത്തിനും ഒരു ദിവസം ഇങ്ങനെ ഒരു മുഖാമുഖമാക്കി വെച്ചു മാറ്റാൻ കാരണം, ആർക്കെങ്കിലും ആരോഗ്യകരമായി വൈജ്ഞാനികമായി ഇടപെടാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു പബ്ലിക്കായ അവസരം. ഇത് മദ്രസ ബിൽഡിങ്ങിൽ നടത്താനുള്ളതേ ഉള്ളൂ. പക്ഷേ അങ്ങനെ നടത്തിയിട്ട് നിങ്ങൾ വരാതിരുന്നേക്കണ്ടെന്ന് കരുതിയ ഇങ്ങനെ ഒരു പബ്ലിക് വേദി. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് നമ്മുടെ കേരളത്തിലെ വഹാബികളുടെ അവസ്ഥ? കേരളത്തിലെ വഹാബി പ്രസ്ഥാനത്തിന്റെ അവസ്ഥ എന്താണ്? ജമാഅത്തെ ഇസ്ലാമി വഹാബിസത്തിന്റെ ഒരു രൂപമാണ്. തബ്ലീഗ് വഹാബിസത്തിന്റെ മറ്റൊരു രൂപമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരുപാടിസങ്ങൾ. എന്താ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരുപാടിസം എന്ന് പറയാൻ കാരണം? ഞാൻ ഓർമ്മിക്കുകയാണ്, പള്ളിപ്പുറത്തെ ചെറുപ്പക്കാർക്കൊക്കെ അറിയാം, ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് മുജാഹിദിന്റെ ഒരു ട്രെൻഡായിരുന്നു. കുറച്ച് ആളുകൾ ഖത്തറിൽ പോയാൽ അല്ലെങ്കിൽ ദുബൈ പോയാൽ മുജാഹിദായിട്ടാണ് തിരിച്ചു വരിക. ചെറുപ്പക്കാർക്കൊക്കെ ഒരു ആവേശമായിരുന്നു മുജാഹിദിലേക്ക് കടന്നുകയറ്റം. ഇന്നാർക്കും അതില്ല. മുജാഹിദ് എന്ന് പറഞ്ഞ നാണക്കേടാണ്. വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസുകാർ ഒരുപാട് ഗ്രൂപ്പായ ഒരു കാലം ഉണ്ടായിരുന്നു. ഒരുപാട് ഗ്രൂപ്പ്, എപ്പോഴും തമ്മിത്തല്ല. ഞാനൊരിക്കൽ കണ്ണൂരിൽ നിന്ന് ബസ്സിലിങ്ങനെ പോകുമ്പോൾ ഒരു പ്രകടനം കേട്ടു. കോൺഗ്രസുകാർ വിളിക്കുന്ന പ്രകടനമാണ്. പുല്ലാണ് പുല്ലാണ്, അച്ഛനും മക്കളും പുല്ലാണ്. കരുണാകരനെയാ വിളിക്കുന്നത്. ആരാ വിളിക്കുന്നത്? കോൺഗ്രസ്. ഇപ്പൊ അതൊക്കെ ലെവലായിട്ടുണ്ട്. സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മോദി സർക്കാരിന്റെ എല്ലാ തരികടകളും പുറത്തുകൊണ്ട് വന്നുകൊണ്ട് അതിശക്തമായ രീതിയിൽ അടുത്ത ഭരണത്തിലേക്ക് വരാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന, ഒറ്റക്കെട്ടായി മുന്നേറാൻ കോൺഗ്രസ് തയ്യാറായപ്പോൾ, ഞാൻ പറഞ്ഞു വന്നത് പൊളിറ്റിക്കൽ പറയല്ല, അന്ന് പ്രസിദ്ധ കോളമിസ്റ്റ് ഓബ്ദുള്ള ഒരു ലേഖനം എഴുതിയിരുന്നു തേജസ്സിൽ.
അയ്യോ എന്നെ കോൺഗ്രസ് എന്ന് വിളിക്കല്ലേ. അത്രയും നാണക്കേടായിരുന്നു കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ. അത്രയും ഗ്രൂപ്പ്. ഇന്ന് കോൺഗ്രസ്സുകാരൊക്കെ ലെവലിലായിട്ടുണ്ട്. പക്ഷേ ആ ആശയം ചോരാതെ ആ ആശയം ഇന്ന് വന്ന് പതിച്ചിരിക്കുന്നത് മുജാഹിദുകൾക്ക്. അത്രയും ഗ്രൂപ്പാണിന്ന്. തമ്മിലടിയാണ്. ഖുതുബക്ക് പോലും ഒരു ഖതീബിനെ മറ്റേ ഗ്രൂപ്പുകാർ മിമ്പറിൽ നിന്ന് താഴെ വലിച്ചിടുന്ന രംഗം. എന്തായിരുന്നു ആ അബ്ദുള്ള എഴുതേണ്ടത്? അയ്യോ എന്നെ മുജാഹിദ് എന്ന് വിളിക്കല്ലേ എന്ന് എഴുതേണ്ട അവസ്ഥയിൽ മുജാഹിദുകൾ ഗ്രൂപ്പുകളായി മാറി. എന്തിനാ ഗ്രൂപ്പ് എന്നറിയോ? AP അബ്ദുൽ ഖാദർ മൗലവി നയിച്ചിരുന്ന ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ, ഉമർ മൗലവി നയിച്ചിരുന്ന ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ ഇത്ര ഗ്രൂപ്പുകളാക്കിയതെന്താണ്? സാമ്പത്തിക തിരിമറി തട്ടിപ്പുകളല്ല. പിന്നെയോ അവർ അധികാരക്കൊതികളുമല്ല. പിന്നെയോ എന്തിനാ മുജാഹിദ് പിളർത്തിയത്? ഒരു സംഘടന പിളരുന്നത് ഒരുപക്ഷെ അധികാരകൊതിവന്മാർ മൂർക്കുമ്പോഴാ സംഘടന പിളർന്നു പോകുക. പിളരാൻ പാടില്ല, ഒന്നിച്ചാ നിൽക്കേണ്ട ഇസ്ലാം. ഒരിക്കലും പിളരരുത്, ഭിന്നിക്കരുത്. പക്ഷെ കുറച്ച് അധികാരക്കൊതിയന്മാരുണ്ടാകുമ്പോ ഒരു സംഘടനയ്ക്ക് 2 ജനറൽ സെക്രട്ടറി സാധ്യമല്ലല്ലോ, ഒരു സംഘടനയ്ക്ക് 2 പ്രസിഡന്റ് സാധ്യമല്ലല്ലോ, ഒരു സംഘടനയ്ക്ക് ഒരേ സമയത്ത് 2 ട്രഷറർ സാധ്യമല്ലല്ലോ. സ്വാഭാവികമായും എനിക്കും സെക്രട്ടറി ആകണം തോന്നിയാൽ സംഘടന ഭിന്നിച്ചു പോകും. എന്നാൽ മുജാഹിദ് പിളർന്ന് എന്തിനാണെന്നറിയോ? അതിനൊന്നുമല്ല. മുജാഹിദ് ആദർശത്തിന്റെ പേരിൽ പിളർന്നതാണ്. മുജാഹിദ് പറഞ്ഞതെന്താ? ഇവിടെ വന്നിട്ട് പറഞ്ഞു, കണ്ണൂർ സിറ്റിയിൽ ഒരു മക്കാമുണ്ട്, മമ്പുറത്തൊരു മക്കാമുണ്ട്. മഹാനായ മൗലദ്ദവീല സയ്യിദ് അലവിയിൽ മംഫുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീദ്, കണ്ണൂരിലുള്ള സയ്യിദ് മുഹമ്മദ് മൗല ജലാൽ, സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീദ്, അതേ ബഗ്ദാദിലുള്ള ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീദ് പോലുള്ള മഹാരഥന്മാരുടെ ഖബറിന്റെ അടുത്ത് പോയാൽ, അവിടെ വെച്ച് ദുആ ചെയ്താൽ, അവരിൽ നിന്ന് വല്ല പുണ്യവും പ്രതീക്ഷിച്ചാൽ, അവിടെ വെച്ച് വല്ല ഗുരുത്തക്കേടും കാട്ടിയാൽ, അവരിൽ നിന്ന് വല്ല ഉപദ്രവവും, അവരിൽ നിന്ന് വല്ല ഗുരുത്തക്കേടും ഭയപ്പെട്ടു പോയാൽ അവൻ ഇസ്ലാമെന്ന് പുറത്താണ്, അവൻ ഇസ്ലാമെന്ന് പുറത്താണ്, പച്ചക്കാഫിറാണ്. എന്തുകൊണ്ട്? ഇത് മക്കാമിലുള്ള ഔലിയാനെ ആരാധിക്കലാണ്, ഇത് മക്കാമിലുള്ള ഔലിയാനെ കടത്തി ആരാധിക്കലാണ്. ഹൈന്ദവർ വിഗ്രഹത്തെ നിർത്തി ആരാധിക്കുന്നത് പോലെ മക്കാമിലുള്ള ഔലിയാനെ കടത്തി ആരോ ആരാധിക്കുന്നവരാണ്. അങ്ങനെ വന്നാൽ 400 വർഷത്തോളം പഴക്കമുള്ള കേരളത്തിലെ എത്രയോ മക്ബറകളുണ്ട്. ആ മക്ബറകളിൽ സിയാറത്ത് ചെയ്തു വരുന്ന 400 കൊല്ലമായുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും മുശ്രിക്കുകളാണെന്ന് വരും. 400 മാത്രമല്ല, 1400ഓളം കൊല്ലം പഴക്കമുള്ള മക്ബറകൾ കേരളത്തിൽ 10ഓളം മക്ബറകളുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഒന്ന് മഹാനായ മാലിക് ബിൻ ദീനാർ തങ്ങൾ കാസർഗോഡ് മറവിട്ട് കിടക്കുമ്പോൾ, തന്റെ കൂടെ വന്നൊരു സഹാബി ഇച്ചിലങ്ങോട്ട് മറവിട്ട് കിടക്കുമ്പോൾ, തന്റെ കൂടെ വന്നൊരു സഹാബി കണ്ണൂരിലെ പഴയങ്ങാടിയിൽ മറവിട്ട് കിടക്കുമ്പോൾ, മറ്റൊരു സഹാബി ശ്രീകണ്ഠാപുരം പഴയങ്ങാടിയിൽ മറവിട്ട് കിടക്കുമ്പോൾ, മറ്റൊരു സഹാബി അങ്ങ് കൊടുങ്ങല്ലൂരിൽ മറവിട്ട് കിടക്കുമ്പോൾ, അത് സഹാബിമാരാണ്, അത് മഹാന്മാരായ താബീങ്ങളാണ്. അവർക്ക് മക്ബറയിൽ ഖബർ കെട്ടിക്കൊടുത്തത്. ആ കെട്ടിയ ഖബറിന്റെ അടുത്ത് ആളുകൾ സിയാറത്തിന് വന്നാൽ, അവിടെ വിളക്ക് കത്തിച്ചാൽ, അവിടെ ബഹുമാനപ്പെട്ട മക്കാമിനെ ആദരിച്ചുകൊണ്ട്, ആ പുണ്യസ്ഥലത്തെ ബഹുമാനിച്ചുകൊണ്ട് ആരെങ്കിലും ബഹുമാനം പ്രകടിപ്പിച്ചാൽ, ആരെങ്കിലും അവിടെ നിന്ന് ഇസ്തിഗ്ഫാർ നടത്തിയാൽ, ആരെങ്കിലും അവരിൽ നിന്ന് മദദ് തേടിയാൽ, അത് അവർക്ക് അർപ്പിക്കുന്ന ആരാധനയാണ്. അവൻ ഇസ്ലാമെന്ന് പുറത്താണെന്ന് വഹാബികൾ ഇവിടെ വാദിച്ചപ്പോൾ, അത് ശിർക്കാണ്, പച്ചയായ ശിർക്കാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ മുശ്രിക്കുകളാണെന്ന് വഹാബികൾ വാദിച്ചപ്പോൾ, അതാ വഹാബികളുടെ വാദത്തിന്റെ തുടക്കം ശിർക്കാണ്. വഹാബിനോട് ചോദിച്ചു, വഹാബി, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഷിർക്ക്? എന്തായി ഷിർക്ക്? എന്താ നിങ്ങൾ ഈ ഷിർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് യു മീൻ? എന്താണത്? ഒന്ന് പറയൂ. ഷിർക്കിന്റെ നിർവചനം പറയാൻ വഹാബിക്ക് അറിയുന്നില്ല. അങ്ങനെ ഒരുപാട് ഷിർക്കിന്റെ പട്ടിക, ഷിർക്കന്നെ മുസ്ലിം സമുദായത്തെ മുശ്രിക്കാക്കി. വഹാബി, മമ്പർ നിങ്ങൾ മുശ്രിക്കാണോ? അങ്ങനെ പറഞ്ഞാൽ ആരാ നിങ്ങളെ ഷിർക്കിൽ നിന്ന് ഒഴിവാകുക? ആരും ഒഴിവാകൂലല്ലോ. വളരെ സധൈര്യം പേരെടുത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളെ പോലും, കേരളത്തിനൊരു മന്ത്രിനെ പോലും മുശ്രിക്കാക്കി. മഞ്ഞളാംകുഴി അലി, അദ്ദേഹം മുസ്ലിം ലീഗിലേക്ക് വന്നു. ഒടുവിൽ അദ്ദേഹം പെരിന്തൽമണ്ണയിലും അതുപോലെ തന്നെ മങ്കടയിലൊക്കെ മത്സരിച്ച് എല്ലാ വീറോടെ അദ്ദേഹം ജയിച്ചു വന്നു. അദ്ദേഹത്തിന് മന്ത്രി പദവിയെ തേടിയെത്തി. ഒടുവിൽ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോകുന്നതിന് മുമ്പ് നേരെ പോയത് പാണക്കാട്ടാ, പിന്നെ പോയത് മമ്പുറത്തേക്കാ. 2 ബർക്കത്ത് നേടാ. പിന്നെയാ തിരുവനന്തപുരത്ത് പോണത്. ഉടനെ കണ്ണൂരിൽ വെച്ചൊരാൾ പ്രസംഗിച്ചു, അലി മുശ്രിക്കാണ്. അലി മുശ്രിക്കാണ്. എന്തുകൊണ്ട്? മമ്പുറത്ത് പോയി. എന്തിനാ മമ്പുറത്ത് പോയത്? മമ്പുറത്തങ്ങളിൽ നിന്ന് മദദ് പ്രതീക്ഷിച്ചു, സഹായം പ്രതീക്ഷിച്ചു.
അതുകൊണ്ട് മമ്പുറങ്ങളുടെ മദത് പ്രതീക്ഷിക്കുന്നത് അഭൗതിക മാർഗത്തിലാണ്, അദൃശ്യമാർഗത്തിലാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. അങ്ങനെ മദത് പ്രതീക്ഷിക്കുന്നതാണ് ശിർക്ക്. അതുകൊണ്ട് അലി മുശ്രിക്കാണ്. കേരളത്തിലെ പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു മന്ത്രിന്, അയാൾ പിണറായിന്റെ കൂടെ ഉണ്ടാകുന്ന കാലത്ത് കാഫറയായിരുന്നുള്ളൂ. മുസ്ലിം ലീഗിലേക്ക് വന്നപ്പോ കാഫറുമായി മുശ്രിക്കുമായി. ആന്തേ പിണറായിന്റെ കൂടെ ഉണ്ടായിരുന്നത് കാഫറായത് അലി. അത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ കൂടിയാൽ കാഫറാകും, മുസ്ലിം ലീഗിൽ കൂടിയാൽ മമ്പുറത്ത് പോകുന്നതുകൊണ്ട്, മമ്പുറത്ത് മാത്രമല്ല പാണക്കാട്ട് പോയി അവിടുന്ന് ബറക്കത്ത് നേടുന്നതുകൊണ്ട്, അവിടുന്ന് ഉറുക്ക് വാങ്ങിച്ച് കിട്ടുന്നതുകൊണ്ട് മുശ്രിക്കും കൂടിയായി എന്ന് പറഞ്ഞു. ഇതായിരുന്നു വഹാബികളുടെ പ്രബോധനത്തിന്റെ ശൈലി. എന്നാൽ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വഹാബികൾ ഈ ശിർക്കുമായി മുന്നേറുമ്പോൾ അവർ ശിർക്കിനെ പറ്റി പഠനങ്ങൾ തുടങ്ങി. ശിർക്കിനെ സംബന്ധിച്ച് വഹാബികൾ പഠനങ്ങൾ തുടങ്ങി. ഞാനിവിടെ ഈ വിഷയം സംസാരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കളെ, നിങ്ങൾ എന്തിനാണോ നിലകൊള്ളുന്നത് ആ ഒരു തൗഹീദ്, നിങ്ങൾ ഏതൊരാശയത്തിനാണോ ഇവിടെ പടുത്തുയർത്തിയത്, നിങ്ങൾ പറയുന്ന ഭാഷയിൽ തൗഹീദ്, ആ തൗഹീദിലെ നിങ്ങളുടെ മറിമായങ്ങൾ, നിങ്ങൾ എന്തിനാണോ ഇവിടെ ഉണ്ടായത് ആ തൗഹീദിൽ നിങ്ങൾ പൊളിഞ്ഞ് അടയുന്ന, നിങ്ങൾ പൊളിഞ്ഞ് നഷ്ടപ്പെട്ടു പോകുന്ന, അടിഞ്ഞു പോകുന്ന, തീർന്നു പോകുന്ന ദയനീയമായ ചിത്രങ്ങൾ ഈ സമൂഹത്തിന് മുമ്പിൽ വിവരിക്കാനാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ, നിങ്ങൾക്ക് നട്ടലുണ്ടോ ഞങ്ങളെ തൗഹീദ് ഞങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയുമെന്ന് പറയാൻ? നിങ്ങളെ തൗഹീദ് പൊളിയുന്നത് സ്ക്രീനിലൂടെ നിങ്ങൾ കാണാൻ, സമൂഹം കാണാൻ പോവുകയാണ്. ഇത് കണ്ടിട്ടെങ്കിലും നിങ്ങൾക്ക് ലജ്ജാബോധമുണ്ടെങ്കിൽ, നിങ്ങൾ അതിനെതിരെ നിങ്ങൾക്ക് വല്ല പ്രമാണമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണം. നിങ്ങൾ ഇങ്ങോട്ട് വരണം. നിങ്ങൾ ഇങ്ങോട്ട് വരാനാണ് ഇത്രയും വിളിക്കണത്. വഹാബികൾ ഈ തൗഹീദ് പറഞ്ഞപ്പോ 2003 വഹാബികളുടെ ഈ 80 കൊല്ലക്കാലം അവർ പറഞ്ഞു നടന്ന മമ്പുറം മഖാമിൽ സിയാറത്തിന് വരുന്ന ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കിയ, മഹാനായ ശൈഖുന ശംസുൽ ഉലമയെ മുശ്രിക്കാക്കിയ, മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ മുശ്രിക്കാക്കിയ, ഈ കേരളത്തിലെ മുസ്ലിം ലോകത്തെ മുശ്രിക്കാക്കിയ നിങ്ങളുടെ ശിർക്കിന്റെ നിർവചനം 2003 വഹാബികൾക്ക് തകർന്നു. വഹാബികൾ പൊളിഞ്ഞ് 2 ഗ്രൂപ്പായി. എന്താ പ്രശ്നം? കട്ട പ്രശ്നമല്ല. AP അബ്ദുൽ ഖാദർ മൗലവി കളവ് നടത്തിയ പ്രശ്നമല്ല. നിലവിലുള്ള സെക്രട്ടറി, വയോധികനായ സെക്രട്ടറി, എത്രയോ വാദപ്രതിവാദങ്ങൾക്ക് നേതൃത്വം നൽകിയ സെക്രട്ടറി, ആ സെക്രട്ടറിനെ ഇരുത്തിക്കൊണ്ട് ഹുസൈൻ മടവൂരിന്റെ നേതൃത്വത്തിൽ ഒരു ടീം ഇറങ്ങിപ്പോയി. പള്ളിപ്പുറത്ത് മടവൂരികളുണ്ടെന്ന് നിങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. KNM-കാരുണ്ട്. ഹുസൈൻ മടവൂരിന്റെ നേതൃത്വത്തിൽ മുജാഹിദ് മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടായി. എന്താ ഇവർ തമ്മിലുള്ള പ്രശ്നം? ഹുസൈൻ മടവൂർ പറയുന്നത് AP മുശ്രിക്കാണ് എന്നാ. സുബ്ഹാനല്ലാഹ്. ഏത് AP? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരല്ല, AP അബ്ദുൽ ഖാദർ മൗലവി. AP അബ്ദുൽ ഖാദർ മൗലവി മുശ്രിക്കാണെന്ന് പറയുന്ന ആര്? ഹുസൈൻ മടവൂർ. ആരാ AP അബ്ദുൽ ഖാദർ മൗലവി? എത്രയോ കാലങ്ങളായി മുജാഹിദിന്റെ ജനറൽ സെക്രട്ടറി. ഇപ്പൊ അദ്ദേഹം മരിച്ചുപോയി കേട്ടോ. അദ്ദേഹം മുശ്രിക്കാന്നാ പറയണത്. ആര്? ഹുസൈൻ മടവൂരുണ്ട് അതില്, CP ഉമർ സുല്ലമി ഉണ്ട് അതില്, അബ്ദുസലാം മൗലവി എന്ന് പറയുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന മുജാഹിദുകളിലെ ഒരു രോമം പോലും നിരക്കാൻ ബാക്കിയില്ലാത്ത എത്രയോ ഗ്രന്ഥങ്ങൾ എഴുതി, ആ ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിച്ച് മുജാഹിദുകൾ ജുമാ പ്രഭാഷണം ഒരുക്കുന്ന ആ സലാം സുല്ലമി, അദ്ദേഹം പറയുന്നത് AP മുശ്രിക്കാണെന്ന്. സംഘടനയുടെ ഔദ്യോഗിക സെക്രട്ടറി AP മാത്രമല്ല, APന്റെ നേതൃത്വത്തിലുള്ള KNM-ന്റെ ഔദ്യോഗിക ആളുകൾ മുഴുവനും മുശ്രിക്കാണ്. എന്താ പറയണത്? ഇന്നലെ വരെ 1922 മുതൽ 2002 വരെ സുന്നികൾ മുശ്രിക്കാണെന്ന് പറഞ്ഞ ഇവര് ഇപ്പം പറയുന്നത് ഒരു ടീം മറ്റേ ടീമിനെ മുശ്രിക്കാണ് എന്ന്. എന്താ കാരണം? കാരണമുണ്ട്. കാരണം മുജാഹിദുകൾ 2002 വരെ എതിർത്ത ഒരു സംഭവമായിരുന്നു. 2002 വരെ അവർക്ക് വെളിച്ചത്തുള്ളതേ അവർ സ്വീകരിക്കുള്ളൂ, ഇരുട്ടത്തുള്ളതൊന്നും അവർ അംഗീകരിക്കൂല. കണ്ണിന് മുമ്പിൽ കാണുന്നതേ അംഗീകരിക്കുള്ളൂ, കാണാത്തതിനെ അവർ അംഗീകരിക്കൂല. അദൃശ്യമാർഗം എന്ന് പറഞ്ഞാൽ ദൃശ്യമല്ലാത്തത്, കാണാത്തത്. അദൃശ്യമാർഗത്തിൽ ഒരു ഉപദ്രവം ഒരാൾക്ക് ചെയ്യാൻ കഴിയൂല. ഇരുട്ടത്ത് വന്ന് കല്ലെറിഞ്ഞാൽ അതുണ്ട് എന്ന് പോലും വിശ്വസിക്കരുതെന്ന് വരൂ. കാരണം അദൃശ്യമാണല്ലോ ഇരുട്ട്, ദൃശ്യമല്ലല്ലോ, കാണുന്നില്ലല്ലോ. എന്റെ വയല് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി പാതിരാക്ക് 12 മണിക്ക് എന്റെ ഭാര്യനെ വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് വിളിച്ചാൽ ഞാൻ വാതിൽ തുറന്നു തരാൻ ആവശ്യപ്പെടുന്ന ഭാര്യയോട്, അദൃശ്യമാർഗത്തിൽ, കാണാത്ത മാർഗത്തിൽ ഭാര്യയോട് തുറന്നു തരാൻ ആവശ്യപ്പെടുകയാണ്. അദൃശ്യമാർഗത്തിൽ സഹായം തേടിയാൽ, അദൃശ്യമാർഗത്തിൽ നിന്ന് ഒരാളിൽ നിന്ന് ഗുണം പ്രതീക്ഷിച്ചാൽ, ദോഷം ഭയപ്പെട്ടാൽ, അതാണ് ഇബാദത്ത്, അതാണ് പ്രാർത്ഥന. അത് അങ്ങനെ ആരിൽ നിന്നും പ്രതീക്ഷിച്ചാൽ അവൻ മുശ്രിക്കായി പോകും എന്ന് പറഞ്ഞ്
പ്രാർത്ഥനക്കും ഇബാദത്തിനും ശിർക്കിനും തൗഹീദിനും കള്ള നിർവചനമുണ്ടാക്കിയ വഹാബി അവർ പറഞ്ഞു ജിന്ന് എന്ന് പറഞ്ഞ ഒന്നില്ല. കാരണം ജിന്ന് കാണുന്നില്ലല്ലോ. സിഹിർ എന്ന് പറഞ്ഞ ഒന്നില്ല. കാരണം സിഹിറിന്റെ എഫക്ട് അനുഭവിക്കുകയല്ലാതെ അത് വന്ന് ചേരുന്ന മാർഗം അറിയുന്നില്ലല്ലോ. കണ്ണേറ് എന്ന് പറയുന്ന ഒന്നില്ല. കല്ലേറുണ്ട്, കൊള്ളിയേറുണ്ട്, ചെരുപ്പേറുണ്ട്, കണ്ണേറില്ല. കാരണം അത് കാണുന്നില്ലല്ലോ. അദൃശ്യമാർഗമാണല്ലോ, അഭൗതിക മാർഗമാണല്ലോ, അസാധാരണ മാർഗമാണല്ലോ, അത് കാണുന്നില്ലല്ലോ. അതുകൊണ്ട് അതിനൊക്കെ വിശ്വസിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. ഇതായിരുന്നു വഹാബി തൗഹീദ്. പക്ഷെ 2003 വഹാബി പ്രസ്ഥാനത്തിൽ പുതിയ ജിന്ന് വന്നു. എങ്ങനെയാ വന്നത്? ഇന്റർനെറ്റിലൂടെയാണ് കടന്നു വന്നത്. അതായത് നെറ്റെല്ലാം ഓപ്പൺ ചെയ്ത് മൗലവിമാരൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. സൗദിയിൽ വഹാബികളാണ്, സെലഫികളാണ് അവർ. സൗദിയിലെ സെലഫികൾക്കൊക്കെ ജിന്നിൽ വമ്പ വിശ്വാസം. അപ്പൊ നമ്മുടെ സക്കരിയ സലാഹിനെ പോലുള്ള യുവപ്രവാചകരായ മൗലവിമാരൊക്കെ ഇന്റർനെറ്റിലൂടെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ സൗദി സെലഫികളൊക്കെ ജിന്നിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് വന്നപ്പോ ഇവരും പറഞ്ഞു, AP മൗലവി, എന്താ ഞമ്മക്കൊരു ജിന്നിനെ പിടിച്ചാല് എന്താ? സൗദിയിലെ മുജാഹിദുകളല്ലേ, സെലഫികളല്ലേ, നമുക്കും വേണം ജിന്ന്. അങ്ങനെ ജിന്നുണ്ട് എന്ന് തീരുമാനിച്ചു. സിഹിറുണ്ട് എന്നവർ കണ്ടെത്തി, ചികിത്സ കണ്ടെത്തി. എത്രയോ കാലം രോഗം വന്നാൽ ഡോക്ടറെ അടുത്ത് പോകുക എന്നല്ലാതെ മന്ത്രിക്കരുത്, ചികിത്സിക്കരുത് എന്ന് പറഞ്ഞ മുസ്ലിയാക്കന്മാരുടെ മന്ത്രം എന്നത് കീശ വീർപ്പിക്കാനുള്ള തന്ത്രമാണെന്ന് പ്രസംഗിച്ച ആളുകൾ മുജാഹിദുകൾ മന്ത്രിക്കാൻ തുടങ്ങി. മന്ത്രസമ്മേളനം വിളിച്ചു. മന്ത്രസമ്മേളനം എവിടെ? എടത്തനാട്ടുകര. ഏതാണ് എടത്തനാട്ടുകര? മുജാഹിദുകൾ മാത്രം തിങ്ങിപ്പാർക്കുന്ന ഒരേ ഒരു ഗ്രാമം, കേരളത്തിലെ ഏക പ്രദേശം എടത്തനാട്ടുകര. ബാക്കി എല്ലാ നാട്ടിലും 2-3 ഏറി വന്ന പള്ളിപ്പുറത്തൊക്കെ 5-10 ആളുകൾ. അതാണ് മുജാഹിദിന്റെ അംഗസംഖ്യ. എന്നാൽ മുജാഹിദുകൾ തിങ്ങിപ്പാർക്കുന്ന എടത്തനാട്ടുകരയിൽ മന്ത്രസമ്മേളനം. മുജാഹിദുകൾക്ക് പുതിയ മന്ത്രം പഠിപ്പിക്കുകയാണ്. 85 കൊല്ലം എഴുതിർത്ത മന്ത്രത്തെ ഈ മന്ത്രം വിളിച്ച് ആളുകളെ വിളിച്ചു ചേർത്ത് മന്ത്രം പഠിപ്പിക്കുകയാണ് മുജാഹിദുകൾക്ക്. കോഴിക്കോട് പന്തിയങ്കരയിൽ ഒരു ക്ലിനിക്ക് തുടങ്ങി. എന്ത് ക്ലിനിക്ക്? ജിന്ന് ക്ലിനിക്ക്, മന്ത്ര ക്ലിനിക്ക്. പ്രസവിക്കാനായ ഒരു പെണ്ണിനെയും കൊണ്ട് അവിടെ പോയാൽ മതി, മന്ത്ര ക്ലിനിക്ക്. ചെറുത്താൻകൂടി ഒരു പെണ്ണിനെയും കൊണ്ട് അവിടെ ചെന്നാൽ മതി, മന്ത്ര ക്ലിനിക്ക്, ജിന്ന് ക്ലിനിക്ക്. ആരാണ് അതിന് നേതൃത്വം വഹിച്ചത്? ജമാൽ ചെറുവാടി ഒരു വിഭാഗത്തിന്റെ നേതാവാ, ഹിഫ്ദുർ റഹ്മാൻ വേറൊരു വിഭാഗത്തിന്റെ. എല്ലാ ഗ്രൂപ്പുകളും ഉണ്ടല്ലോ, അതുകൊണ്ട് എല്ലാവരും കേട്ടോളൂ. ഈ ഒരു അവസ്ഥ വന്നപ്പോൾ നിങ്ങളെ പഴകിയ പിടിച്ച ഈ നാറിയ കേസുകൾ പറഞ്ഞ് നിങ്ങളെ മോശപ്പെടുത്താനല്ല പറയുന്നു, പക്ഷെ നിങ്ങളെ തൗഹീദിനെ പറ്റി പറയുകയാണ്. നിങ്ങൾ വരണം, ഞങ്ങൾ ഇവിടെ ഓപ്പൺ മുഖാമുഖമാണ്, ഓപ്പൺ സ്റ്റേജാണ്. നിങ്ങൾക്ക് കടന്നു വരാം. ഞങ്ങളെന്തോ പറഞ്ഞു പോകുന്ന ഒരു വിശദീകരണം പറഞ്ഞു പോകില്ല. നിങ്ങളെ തൗഹീദിനെയാണ് ഞങ്ങൾ പഠിക്കുന്നത്. നിങ്ങളുടെ ആദർശം നിങ്ങൾ എന്തിന്റെ പേരിലാണോ പടുത്തുയർത്തിയത് ആ തൗഹീദ് ഉണ്ടല്ലോ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവിനോടെ സഹായം തേടിക്കൂടൂ എന്ന തെറ്റായ ആശയം. അള്ളാഹുവിനോട് ഇലാഹാണെന്ന നിലക്ക് അള്ളാഹുവിനോടെ സഹായം തേടിക്കോടൂ. എന്നാൽ സാധാരണമായ രീതിയിൽ സാധാരണ സഹായം തേടാം, അസാധാരണമായ രീതിയിൽ മഹത്തുക്കളോട് സഹായം തേടാം. ദൈവമാണെന്ന നിലക്ക് സഹായം സൃഷ്ടിച്ച് സഹായിക്കാൻ കഴിയുന്നവൻ യഥാർത്ഥ സഹായത്തിന്റെ ഉടമസ്ഥൻ എന്ന നിലക്ക് അള്ളാഹുവിനോടെ സഹായം തേടിക്കൂടൂ എന്ന് പറയുന്ന ആയത്തിന് ദുർവ്യാഖ്യാനം ചെയ്ത് അട്ടിമറിച്ച് അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടിക്കൂടാ എന്ന പച്ച നുണ പറഞ്ഞ് അതിന് വിരുദ്ധം ശിർക്കാണെന്ന് പറഞ്ഞ് ഒരു കള്ള ശിർക്കും കള്ള തൗഹീദും സ്ഥാപിച്ച് ഈ സമുദായത്തെ കാഫിറാക്കിയ ആളുകൾ 2003 പറഞ്ഞു ജിന്നിനോട് സഹായം തേടാം. ജിന്നിനോട് കേട്ടോളൂ. ശംസുദ്ദീൻ പാലത്ത് പ്രസംഗിക്കുന്ന രംഗയാണ് കാണാൻ പോണത്. മുജാഹിദിന്റെ യുവപ്രഭാഷകനായിരുന്ന, അവരുടെ യുവപ്രസ്ഥാനത്തിന്റെ സംസ്ഥാന ലീഡർമാരിൽ ഒരാളായിരുന്ന ശംസുദ്ദീൻ പാലത്ത് പ്രസംഗിക്കുകയാണ്. എന്താ പ്രസംഗിക്കുന്നത്? നമ്മുടെ ഈ ഭൂമിയിൽ മനുഷ്യൻ മാത്രമല്ല, ജിന്നുകളുമുണ്ട്. മനുഷ്യൻ എത്രയുണ്ടോ അത്രയും ജിന്നുണ്ട്. ആ ജിന്നിന്റെ സഹായം മനുഷ്യന് വേണം. അവർക്ക് ഞങ്ങളെ ഒരുപാട് സഹായിക്കാൻ കഴിയും. ആരാ പറയുന്നത്? മുജാഹിദുകൾ. ഏത് മുജാഹിദുകൾ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവിനോട് സഹായം തേടിക്കൂടൂ എന്ന് 80 കൊല്ലം പ്രസംഗിച്ച ആളുകൾ 2003 മാറ്റുകയാണ്. കേട്ടോളൂ നിങ്ങൾ. കൂട്ടത്തിൽ നല്ലത് ഇഷ്ടം പോലെ ഉണ്ട്. എത്ര ചീത്തണ്ടോ അത്ര തന്നെ നല്ലതുണ്ട്. ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും. പിന്നെ സുബൈക്ക് നമ്മൾ കിടന്നുറങ്ങൂല, അവർ വിളിച്ചുണർത്തിക്കോളും. എന്താ പറഞ്ഞേ? ജിന്നുകൾ കൂട്ടത്തിൽ ഇഷ്ടം പോലെ എത്ര മോശമുണ്ടോ അത്ര നല്ല ജിന്നുകളുണ്ട്. അപ്പൊ നല്ല ജിന്നിനെ സുഹൃത്തായി കിട്ടിയാൽ ഒരുപാട് ഉപകാരമുണ്ട്. എന്താ ഒന്നാമത്തെ ഉപകാരം? സുബഹിക്കൊക്കെ വന്ന് വിളിച്ചു ഉണർത്തുന്ന പറയുന്നത്. അപ്പൊ സുബഹിക്കാർക്ക് നല്ല സുഖം. ടൈബീസ് ഒന്നും ഓൺ ചെയ്യണ്ട, ജിന്നിനെ വന്ന് വിളിക്കും, ശമ്പളം ഒന്നും കൊടുക്കണ്ട. അതിനെന്താ വേണ്ട? ജിന്നിനെ സുഹൃത്തായി കിട്ടണം. അതെവിടെന്നാ കിട്ടുക? മടക്കിമലയിലുണ്ടോ ഉസ്താദ്? ജിന്നിനെ സുഹൃത്തായി കിട്ടുന്നില്ലല്ലോ.
ഭൂമിയിൽ ഏറ്റവും ചെറിയൊരു മല മടക്കിയ മലയായിരിക്കും, അവിടെയില്ല. ഇനി എവറസ്റ്റിലുണ്ടോ? അവിടെയില്ല. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നാൽ മുജാഹിദ് മൗലവിന്റെ അടുത്തുണ്ട് ജിന്നിനെ സുഹൃത്തായി കിട്ടുന്ന മാർഗം. പറയട്ടെ, അതിനെന്താ വഴി? അതിന് വഴി ഞാൻ പറയാൻ പോവാം. ജിന്നിനെ സുഹൃത്തായി കിട്ടാനുള്ള വഴി മൗലവി പറഞ്ഞുതരാൻ പോവാണ്. എന്താ കിട്ടിയിട്ട് കാര്യം അതൊക്കെ അങ്ങ് പറഞ്ഞു തരും, കേൾക്കട്ടെ. അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിന്റെ സപ്പോർട്ട് വേണം. മനസ്സിലായി? കണ്ടില്ലേ? ആരാ പറയണത്? മുജാഹിദ് മൗലവി. എന്താ പറഞ്ഞത്? എപ്പോഴും നമുക്ക് നല്ലൊരു ജിന്നിന്റെ സപ്പോർട്ട് വേണം. സപ്പോർട്ട് ഇംഗ്ലീഷ് പറഞ്ഞാൽ റെഡിയായി. സപ്പോർട്ട് എന്ന് പറയും സഹായം, മദത്, ഹെൽപ്പ്. നിങ്ങൾ ആലോചിച്ച്, ജിന്ന് നല്ലൊരു ജിന്നിന്റെ സപ്പോർട്ട് വേണമെന്നാ പറയണം എല്ലാവർക്കും. മുജാഹിദുകളോട് പറയാൻ. ഏത് മുജാഹിദുകളോട്? ജിന്ന് എന്ന് പറയുന്ന വർഗം പോലും ചിന്തിക്കാൻ കഴിയാത്ത വിധം അവർ മുസ്ലിമീങ്ങളെ, അവർ മനുഷ്യന്മാരെ സഹായിക്കുന്നതോ അവരെ ഹെൽപ്പോ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്തൊരു വർഗം. അത് ശിർക്കാണ്. അത് അഭൗതിക മാർഗത്തിലൂടെ അത് അബ്ദുൽ ഖാദർ മൗലവിന്റെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക ഗ്രൂപ്പിനെ പറ്റി അദ്ദേഹം പറയട്ടെ. ജിന്നിന് സഹായം കിട്ടിയാൽ, ഹെൽപ്പ് കിട്ടിയാൽ എന്തൊക്കെയാ കിട്ടുക? പറയട്ടെ. എത്രത്തോളം ചോദിച്ചാൽ നിങ്ങൾ റോഡിലൂടെ നടക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം വന്ന ആ അപകടത്തിൽ നിന്ന് പോലും നിങ്ങൾ രക്ഷിക്കാൻ സാധിക്കും. ജിന്നിനെ സുഹൃത്തായി കിട്ടിയാൽ ഒരാക്സിഡന്റിൽ നിങ്ങൾ പെടൂല. അൽ മദദ് യാ ശൈഖ അജ്മീർ മുഈനുദ്ദീനി, ഷെയ്ഖ് അജ്മീർ തങ്ങളെ, അവിടുത്തെ ഹെൽപ്പ് എനിക്ക് വേണം. ഒരിക്കലും ആക്സിഡന്റിൽ പെടാതിരിക്കാൻ, ഒരു മുസീബത്തിലും പെടാതിരിക്കാൻ മഹത്തുക്കളെ വല്ല സഹായം തേടിയാൽ ശിർക്ക്, നേരെ മറിച്ച് ജിന്നിനോട് തേടാമെന്ന് പറയുന്നത്. റോഡിന്റെ അരികിലൂടെ നടക്കുന്ന ഒരു വാഹനം കൊണ്ട് വന്നു. പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളാരോ തള്ളിയും തോന്നി. ആരുമല്ല, നിങ്ങളെ സുഹൃത്താണ്. സംഭവിക്കാം, അതാണ് മാറും. എത്ര സംഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. വാഹനത്തിലെ പറയുമ്പം ഞാനെങ്ങനെ ഒഴിഞ്ഞു, നമ്മൾ വിചാരിക്കും ഞാനെങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു, ഒട്ടും ഞാൻ അവിടുന്ന് വണ്ടി ഒന്നും ശ്രദ്ധിച്ചില്ല, പക്ഷെ ഞാൻ ഒഴിഞ്ഞാണ്ട് പോയി എന്ന് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പലരും പറയാറുണ്ട്. അതിന്റെ പിറകിൽ നമ്മളെ സഹായിക്കാൻ അപ്പൊ ജിന്നു വർഗത്തിൽ സഹായികൾ ഉണ്ടാവും. അപ്പൊ ഈ ജിന്ന് സഹായം മുജാഹിദുകൾ ഉണ്ട് എന്ന് തിരിച്ചറിയുകയും ആ സഹായം തേടലും ആ സഹായം സ്വീകരിക്കലും ഒരു പറ്റം മുജാഹിദുകൾ സ്വീകരിച്ചപ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞ് മറ്റൊരു പക്ഷം. അപ്പോ മറ്റൊരു പക്ഷം എന്ന് പറഞ്ഞ മാറിയുന്ന പക്ഷം ഔദ്യോഗിക പക്ഷത്തെ പറ്റി പറഞ്ഞു, നിങ്ങൾ മുശ്രിക്കാൻ. എ.പി. അബ്ദുൽ ഖാദർ മൗലവി മുശ്രിക്കാൻ, ടി.പി. അബ്ദുൽ ഖായ മദനി മുശ്രിക്കാൻ. നമ്മളെപ്പറ്റി ഇവർ രണ്ടു കൂട്ടരും പറഞ്ഞത് ഇപ്പൊ അവർ തമ്മിൽ പറയുകയാണ്. വരെ അവസാനിക്കൂല. 2012 10 കൊല്ലം കഴിഞ്ഞപ്പോ വീണ്ടും പ്രശ്നം. ആർക്കാ പ്രശ്നം? ജിന്നുണ്ട് എന്ന് പറയുന്ന ഔദ്യോഗിക പക്ഷം, ജിന്നുണ്ട് എന്ന് പറയുന്ന എ.പി. അബ്ദുൽ ഖാദർ മൗലവിയുടെ പക്ഷം, ടി.പി. അബ്ദുൽ ഖായ മദനിന്റെ ഔദ്യോഗിക KN പക്ഷം, ഹുസൈൻ മടവൂരികൾ പുറത്തുപോയി. അവരെ പറ്റി ഔദ്യോഗിക പക്ഷം പറയുന്ന ഹദീസ് നിഷേധികൾ എന്നാണ്. ഹദീസ് നിഷേധീന മടവൂരികളെ പറ്റി പറയുന്നത് എന്താ? ജിന്നിനെ പറ്റി വന്ന, സിഹിറിനെ പറ്റി വന്ന, കണ്ണേറിനെ പറ്റി വന്ന ഹദീസുകളൊന്നും അവർ അംഗീകരിക്കണില്ല. ഹദീസ് നിഷേധിക്കുന്ന. ഞങ്ങളുടെ നാട്ടിലൊരു മുജാഹിദ് ഉണ്ട്, ഞാൻ ജോലി ചെയ്യുന്നിടത്ത്. അങ്ങനെ അയാൾക്ക് ഇതൊന്നും അറിയില്ല, മുജാഹിദ് നല്ലതെന്ന് വെച്ച് കയറിയതാ സാധു. അയാളൊരു ദിവസം മടവൂരിന്റെ പള്ളി നിസ്കരിക്കാൻ പോയി. അപ്പം ഔദ്യോഗിക പക്ഷമൊക്കെ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഹദീസ് നിഷേധികളെടുത്ത് പോയെന്ന് വെച്ചു. അയാൾക്ക് ഇങ്ങനെ ദേഷ്യം പിടിച്ചു. അയാൾക്ക് ഇതൊന്നും അറിയില്ല, പാവം. നീ ആടാ ഹദീസ് നിഷേധിക്കാത്തവന്? അടിയായി അവിടെ. സാധു മുജാഹിദിന് ഇതൊന്നും അറിയില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുജാഹിദുകൾ തമ്മിൽ അടിയാ പള്ളികളിൽ നിന്ന്. ഇരിക്കൂറിൽ പോലും ജുമുഅ പ്രഭാഷണം നടത്തുമ്പോൾ, ജുമുഅന്റെ ഖുതുബ മലയാളത്തിൽ ഓതുമ്പോൾ ഔദ്യോഗിക പക്ഷക്കാര് ആ മനുഷ്യരെ കയറി അടിച്ചു. അടിയാണ്, പൊരിഞ്ഞടി. 2012 എത്തിയപ്പോഴേക്ക് ഔദ്യോഗിക പക്ഷം വീണ്ടും പിളർന്നു. എന്താ പിളർപ്പിന്റെ കാരണം? കട്ടതും മുടിച്ചതും അധികാരക്കൊതിയൊന്നുമല്ല. യഥാർത്ഥ കാരണം 2012 മുജാഹിദ് വീണ്ടും പിളർന്നത് ഒരു പറ്റം മുജാഹിദുകൾ മുശ്രിക്കാണെന്ന് ഔദ്യോഗിക സംഘം പാസാക്കി. ആരാണ് ആ ഒരു പറ്റമെന്നറിയോ? അതേ സക്കരിയ സലാഹി, പിന്നെയോ ഫൈസൽ മൗലവി, പിന്നെയോ പ്രായം തീർന്ന ജബ്ബാർ മൗലവി, പിന്നെയോ ഒരുപാട് മുജാഹിദിന്റെ യുവപ്രവാചകർ. സ്വന്തം മകൻ പോലും അപ്പുറത്തുണ്ട്, ബാപ്പ ഇപ്പുറത്തുണ്ട്. ബാപ്പയാര? അംസ മൗലവി, മകൻ ഷാഫി സലാഹി. ഷാഫിനെ പറ്റി, സ്വന്തം മകനടങ്ങുന്ന ടീമിനെ പറ്റി ബാപ്പ അടങ്ങുന്ന ടീം പറയുന്നു നിങ്ങൾ മുശ്രിക്കാണ്. എന്തേ പ്രശ്നമെന്നറിയുമോ? ജിന്നുണ്ട് എന്ന് പറയുന്ന ഈ വർഗം, മുജാഹിദുകൾ മൊത്തത്തിൽ ജിന്നുണ്ട് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരാൾ മരുഭൂമിയിലെത്തിയാൽ, ഒരു പ്രയാസം കുടുങ്ങിപ്പോയാൽ, ഒരു പ്രയാസവേളയിൽ മരുഭൂമിയിൽ കുടുങ്ങിയ വേളയിൽ
നിലയിൽ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കൂ. കണ്ണിൽ കാണാത്ത രീതിയിൽ അള്ളാഹുവിന്റെ മഹത്തുക്കളോട്, അള്ളാഹുവിന്റെ മഹാന്മാരായ ജിന്നുകളോട്, അള്ളാഹുവിന്റെ മഹത്തുക്കളായ മലക്കുകളോട് സഹായം തേടിയാൽ ശിർക്ക് ആകൂല എന്നൊരു കൂട്ടര്, ശിർക്ക് ആകുമെന്നൊരു കൂട്ടര്. അപ്പൊ ഒരു ടീമിനെ പുറത്താക്കി. ആ പുറത്താക്കപ്പെട്ട ടീമിന്റെ നേതാവ് സക്കരിയ സലാഹിയ. സക്കരിയ സലാഹി പറയുന്നു, നോക്കൂ, അദ്ദേഹത്തെ മേൽ ശിർക്ക് ആരോപിച്ചപ്പോൾ അദ്ദേഹം വിഷമത്തോടെ പറയുന്ന രംഗം കേട്ടോളൂ നിങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ എന്താ ഉണ്ടായത്? എന്നെ പുറത്താക്കിയാൽ എനിക്ക് പ്രശ്നമില്ല, ഞാൻ പുറത്തു നിൽക്കാൻ റെഡിയാണ്. പക്ഷേ ശിർക്ക് ആരോപിച്ച് പുറത്താക്കി, അതാണ് സഹിക്കാൻ കഴിയാത്ത. കണ്ട, സക്കരിയ സലാഹിനെ മുജാഹിദ് നിന്ന് പുറത്താക്കി. KNMR എന്നെ പുറത്താക്കിയാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ പുറത്തേക്കാൻ റെഡിയാണ്. ഒരു സംഘടനാ പ്രവർത്തനം പുറത്താക്കലുണ്ടല്ലോ. പക്ഷെ എനിക്ക് സഹിക്കാൻ കഴിയാത്തൊരു കുറ്റം എന്താണെന്നറിയോ? എന്നെ മുശ്രിക്കാന്ന് പറഞ്ഞിട്ടാ പുറത്താക്കിയത്. സക്കരിയ മുശ്രിക്ക്, ജബ്ബാർ മൗലവി മുശ്രിക്ക്, ഫൈസൽ മൗലവി മുശ്രിക്ക്, പിന്നെയോ ഷാഫി സലാഹി മുശ്രിക്ക്, പിന്നെയോ അബ്ദുൽ ഹഖ് സുല്ലമി മുശ്രിക്ക്, സുഹൈർ തുങ്കത്തറ മുശ്രിക്ക്, അങ്ങനെ ഒരുപാട് മുശ്രിക്കുകൾ മുശ്രിക്കാക്കി പുറത്താക്കിയിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പൊ നിങ്ങളെല്ലാം കൂടിയല്ലേ നമ്മളെ പറ്റി പറഞ്ഞത് മമ്പർ മക്കാമിൽ പോയോണ്ട് ഞങ്ങൾ മുശ്രിക്കാണെന്ന്? നിങ്ങളല്ലേ പാവം മഞ്ഞളാങ്കുഴിയാലി മമ്പർ മക്കാമിൽ പോയതുകൊണ്ട് മുശ്രിക്കാന്ന് പറഞ്ഞവരെ? നിങ്ങളല്ലേ പറഞ്ഞത് ഖുത്ബിയത്ത് ചെല്ലുന്നത് കൊണ്ട് ഞങ്ങൾ മുശ്രിക്കാണെന്ന്? നിങ്ങളല്ലേ പറഞ്ഞത് മക്കാമുകളിൽ ആദരവ് നടത്തുന്നത് കൊണ്ട് ഞങ്ങൾ മുശ്രിക്കാണെന്ന്? നിങ്ങളല്ലേ പറഞ്ഞത് ഇസ്തിഗാസ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ മുശ്രിക്കാണെന്ന്? നിങ്ങളല്ലേ പറഞ്ഞത് മഹത്തുക്കളുടെ ഖബർ കെട്ടുന്നത് കൊണ്ട് ഞങ്ങൾ മുശ്രിക്കാണെന്ന്? ഞങ്ങൾക്കൊന്ന് വിഷമമുണ്ടായിരുന്നില്ലേ? ഈ വിഷമമല്ലേ നിങ്ങൾക്ക് തിരിച്ചെത്തിയത്? സക്കരിയ സലാഹി പറഞ്ഞ ആരാ ഞാനെന്നറിയോ? അദ്ദേഹം പറയാ, 30 കൊല്ലായിട്ട് മുജാഹിദിന് വള്ളിട്ടോസറിട്ട കാലം മുതൽ മുജാഹിദിന് ഓടി നടക്കുന്ന ആളാ ഞാൻ. പറയട്ടെ മുമ്പ്. കഴിഞ്ഞ 30 കൊല്ലമായി ഈ പ്രബോധന രംഗത്ത് ഇടതടവില്ലാതെ നിൽക്കുന്ന കണ്ണല പ്രസംഗങ്ങളും വാദപ്രതിവാദങ്ങളും ലേഖനങ്ങളും ഒക്കെയായി, പുസ്തകങ്ങളുമായി എന്നാൽ കഴിയുന്ന തൗഹീദി രംഗത്തെ സേവനങ്ങളൊക്കെ ചെയ്യുന്ന എന്നെ ശിർക്കാരോപിച്ച് പുറത്താക്കി. ഏണ്ടാ, എന്നെ ശിർക്കാരോപിച്ച് 30 കൊല്ലത്തെ മുജാഹിദിന്റെ പ്രവർത്തകനായ എന്നെ വള്ളിട്ടോസരട്ട കാലം മുതൽ നോട്ടീസ് ഒട്ടിച്ച് നടന്ന് വാദപ്രതിവാദം നടത്തി എന്നെ സക്കരിയ മുശ്രിക്കാണെന്ന് പറഞ്ഞ് പുറത്താക്കി. വിചിന്തന മാസിക പറഞ്ഞു അദ്ദേഹത്തെ പുറത്തിട്ടു. അദ്ദേഹത്തെ പുറത്തിട്ടതിനെ പറ്റി വിചിന്തനത്തെ റിപ്പോർട്ട് ചെയ്തെന്നാണെന്നറിയോ? നീക്കം ചെയ്തു എന്ന് പറഞ്ഞു. കറിവേപ്പിലെ പോലെ നീക്കം ചെയ്തു. അതിനേക്കാളും വലിയ സങ്കടം എന്താണെന്നറിയോ? സക്കരിയ മുശ്രിക്കാണെന്ന് ഔദ്യോഗിക സംഘടനയുടെ വൃത്തത്തിൽ മാത്രമല്ല പറഞ്ഞ പത്രത്തിൽ കൊടുത്തു. പത്രങ്ങളിൽ വന്നു സക്കരിയ സലാഹി മുശ്രിക്കാണ്. പറയട്ടെ, പത്രത്തിൽ വന്നില്ലേ ഞാൻ മുശ്രിക്കാണ്? പത്രത്തിൽ കൊടുക്കാൻ പറ്റുമോ? ഞാൻ മുശ്രിക്കാണ്? ഞാൻ ആരാ? നിങ്ങൾ ആലോചിക്കുക. ഇതാ മുജാഹിദിന്റെ ശിർക്കും തൗഹീദും. എന്റെ സംസാരം ശ്രവിക്കുന്ന പള്ളിപ്പുറത്തുള്ള മുജാഹിദുകളെ, നിങ്ങൾ ചിന്തിക്കൂ. അള്ളാഹു നിങ്ങൾക്ക് ഹൃദയം തന്നിട്ടില്ലേ? നിങ്ങൾക്ക് അള്ളാഹു ഹൃദയം തന്നിട്ടില്ലേ? നിങ്ങൾ തൗഹീദിന്റെ പേരിലല്ലേ കലഹിക്കുന്നത്? നിങ്ങൾക്ക് തൗഹീദിൽ ഉറപ്പുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്ന തൗഹീദ് നാളെ മാറുമോ? ഇനിയും സക്കരിയാനെ മുശ്രിക്കാക്കിയതുപോലെ, പാവം ജബ്ബാർ മൗലവിയെ മുശ്രിക്കാക്കിയതുപോലെ, പാവം ഫൈസലിനെ മുശ്രിക്കാക്കിയതുപോലെ ഇനി ആരെയൊക്കെ മുശ്രിക്കാക്കാനുണ്ട്? നാളെ നിങ്ങളെയും മുശ്രിക്കാക്കൂലേ? ഈ ഉറപ്പില്ലാത്ത തൗഹീദിന്റെ പിന്നിലല്ലേ നടക്കുന്നത്? സക്കരിയ സലാഹി പറയുന്നുണ്ട് 2012 തൗഹീദ് എന്ന്. തൗഹീദ് 2012. നിങ്ങൾ ആലോചിച്ചൊക്കെ, 2012 കാറ്, 2012 ചെരുപ്പ്, 2012 മോഡൽ എന്നൊക്കെ പലതും നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ? എന്നാ സക്കരിയ സലാഹി പറയാൻ തൗഹീദ് 2012. സുബ്ഹാന ജല്ല ജലാലുഹു. തൗഹീദ് 2012. 2012 പുതിയ തൗഹീദ് എന്നാണ് പറയുന്നത്. ഇസ്ലാമിക ലോകത്തെ സംബന്ധിച്ചിടത്തോളം മഹാനായ സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് സർവ പ്രവാചകന്മാരും പ്രബോധനം ചെയ്തതാണ് തൗഹീദ്. അതിൽ മാറ്റമില്ല, അതിൽ വ്യത്യാസമില്ല. ആദം നബി പറഞ്ഞ തൗഹീദും, നൂഹ് നബി പറഞ്ഞ തൗഹീദും, ഇബ്രാഹിം നബി പറഞ്ഞ തൗഹീദും, ഇസ്മായിൽ നബി പറഞ്ഞ തൗഹീദും, അതേ സർവ പ്രവാചകന്മാർ പറഞ്ഞ തൗഹീദും, നമ്മുടെ നബി അഷ്റഫുൽ വറാ ത്വാഹ മുഹമ്മദ് മുസ്തഫ തങ്ങളവர்கள் പ്രബോധനം ചെയ്ത തൗഹീദും, സ്വഹാബത്ത്
പ്രബോധനം ചെയ്ത തൗഹീദും താബഈങ്ങളും തബഉ താബഈങ്ങളും മദ്ഹബിന്റെ ഇമാമുകളും ശേഷം വന്ന മഖ്ദൂമുകളും സർവ്വ ഇമാമുകളും ഇമാം സാഫി പ്രബോധനം ചെയ്തതും ഇമാം അബൂ ഹനീഫ പ്രബോധനം ചെയ്തതും ഇമാം മാലിക് പ്രബോധനം ചെയ്തതും എല്ലാവരും പ്രബോധനം ചെയ്തത് ഒരേ ഒരു തൗഹീദാണ്. അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ തൗഹീദാണ് മുസ്ലിം ലോകം വിശ്വസിക്കുന്നത്. എന്നാൽ 1922 ഇവിടെ കടന്നു വന്ന വഹാബി പ്രസ്ഥാനം ഒരു പുതിയ തൗഹീദ് ഉണ്ടാക്കി. അത് 2002 പിളർന്നു. അത് 2012 പുതിയ തൗഹീദാക്കിയെന്ന്. ഇത് ഞാൻ പറയുന്നതല്ല. ഇതൊരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്റെ ശബ്ദമല്ല. സാക്ഷാൽ വള്ളിട്ടൗസരിട്ട കാലം മുതൽ മുജാഹിദിനു വേണ്ടി ശബ്ദിച്ച സക്കരിയ സലാഹി പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട മുജാഹിദുകളെ, നിങ്ങൾ കേൾക്കൂ. എം.ഐ. ലേഖനം ഒക്കെ കൊടുത്തോ, ചെറിയമുടത്തെ ലേഖനം കൊടുത്തോ ഇവർ ശിർക്കിലേക്ക് പോയി തെളിയിക്കാൻ. അപ്പൊ ഇത് പുതിയ ശിർക്കാണ്. ഇത് 2012 ഈ മൂവർ സംഘം അബ്ദുസ്സലാം സുല്ലമിയിൽ നിന്ന് കടമെടുത്ത തൗഹീദാണ്. കണ്ട എന്താ പറഞ്ഞ? ഇത് പുതിയ ശിർക്കാണ്. 2012 ഈ മൂവർ സംഘം ഉണ്ടാക്കിയ പുതിയ തൗഹീദാണ്. ആരെ ഈ മൂവർ സംഘം? ഒന്ന് അബ്ദുറഹ്മാൻ സലഫി, ഒന്ന് അനീഫ് കായക്കൊടി, ഒന്ന് അനസ് മൗലവി. ഇവർ മൂന്നാളും കൂടി ഉണ്ടാക്കിയ 2012 പുതിയ തൗഹീദാണ്. ഞങ്ങൾ പറയുന്നു, ഈ വണ്ടി മാറ്റുന്നത് പോലെ ഓരോ വർഷത്തിന്റെ മോഡലുകൾ അല്ല തൗഹീദ് എന്നത്. ഇസ്ലാമിക വൃത്തത്തിന്റെ തൗഹീദ് അത് ഒന്നാണ്. ഒരു മാറ്റമില്ലാത്ത തൗഹീദാണ്. അതൊരു മാറ്റവുമില്ല. എന്നും ഈ മാറിക്കൊണ്ടിരിക്കുന്ന തൗഹീദുകാരുടെ കൂടെ നിങ്ങൾ ഒരിക്കലും നിൽക്കരുതേ. അവർ വളരെയേറെ തൗഹീദിൽ പിഴച്ചവരാണ്. തൗഹീദ് മനസ്സിലാക്കുന്നതിൽ പിഴച്ചവരാണ്. തൗഹീദിനെ അട്ടിമറിച്ചവരാണ്. അവർ കറകളഞ്ഞ മുബത്തദികളാണ്. അതുകൊണ്ട് തൗഹീദിൽ ഭേദം വരുത്തിയതുകൊണ്ട്, തൗഹീദ് അടിച്ചു തകർത്തതുകൊണ്ട് അവർ മുബത്തദികളാണ്. വഹാബികളെ, നിങ്ങൾ എന്തിന്റെ മേലാണോ പടുത്തുയർത്തിയത് ആ തറയാണ് ഞങ്ങൾ പൊളിച്ചിടുന്നത്. ഈ പള്ളിപ്പുറത്തിന്റെ മണ്ണിൽ SKSF ഉയർത്തിപ്പിടിച്ച ഈ ആദർശ സമ്മേളനത്തിൽ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയോ? നിങ്ങളുടെ കയ്യിൽ വല്ല തെളിവുണ്ടോ? പുതിയ തൗഹീദിനോ പഴയ തൗഹീദിനോ നിങ്ങൾ ഇങ്ങോട്ട് വരി, പ്രമാണം കൊണ്ട് നേരിടാം. ഇല്ലേ? അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇങ്ങനെ ആവൂലെങ്കിൽ നിങ്ങളൊരു സൗഹൃദ സംവാദത്തിന് ഒരു മുറിയിലിരുന്ന് ചർച്ച ചെയ്യണോ? ഏത് രീതിയിലാണ് നിങ്ങളെ തൗഹീദ് ഞങ്ങൾ മനസ്സിലാക്കി തരാം. നിങ്ങൾക്ക് ഒന്ന് കിട്ടാൻ നിങ്ങളെ താല്പര്യമുണ്ട്. മടവൂരികളെയും ജിന്നൂരികളെയും ഇൻസൂരികളെയും എല്ലാ ഊരികളോടും ഞങ്ങൾ ആവശ്യപ്പെടുക, നിങ്ങൾക്കൊന്ന് വരുമോ? ഞങ്ങളുടെ മുഖാമുഖത്തിലേക്കൊന്ന് വരും നിങ്ങൾ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ വഹാബി പ്രസ്ഥാനം വളരെയേറെ കാലം സംസാരിച്ച ഒരു വിഷയമായിരുന്നു. സുന്നത്തി ജമാഅത്തിന്റെ സമൂഹത്തിനിടയിൽ വളരെയേറെ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയ, വളരെയേറെ കാലം ഇവർ പ്രസംഗിച്ച് നടന്നൊരു വിഷയമായിരുന്നു മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീ തങ്ങളവറുകൾ. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ പറ്റി ഷെയ്ഖ് ജീലാനിയെ നമ്മളെല്ലാവരും വിളിച്ച് ഇസ്തിഗാസ നടത്താറുണ്ട്. ഇസ്തിഗാസ നടത്താന്ന് പറഞ്ഞാൽ മൂപ്പരെ സഹായം തേടുക. സഹായം തേടുക എന്ന് പറഞ്ഞാൽ മൂപ്പരെ ആരാധിക്കലൊന്നുമല്ല. സഹായം തേടൽ ആരാധിക്കലേ അല്ല. സഹായം തേടലല്ല ആരാധിക്കൽ. ആരാധനയെന്ന് പറയെ, സഹായം തേടലെന്ന് പറയെ. ഇത് തിരിച്ചറിയാത്തവരാണ് വഹാബികൾ. ആരാധനയും സഹായ തേട്ടവും തിരിച്ചറിയാത്തവരാണ്. മഹാനായ മൊയ്തീൻ ശേഖനോട് സഹായം തേടിയാൽ പറയും, മൊയ്തീൻ ശേഖനോട് വിളിച്ചു പ്രാർത്ഥിക്കാന്നവർ പറയാം. സഹായം തേടൽ പ്രാർത്ഥനയല്ല. സഹായം തേടൽ ഒരിക്കലും പ്രാർത്ഥനയല്ല. നിങ്ങൾ ശംസുദ്ദീൻ മൗലവിന്റെ ക്ലിപ്പ് കേട്ടിട്ടില്ലേ? നിങ്ങൾ ഇല്ലേ? മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ സഹായം തേടാറുണ്ട്. യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ് എന്ന് റസൂലുള്ളാഹിനെ നമ്മൾ വിളിക്കാറുണ്ട്. ഇല്ലേ? അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ വിളിക്കാറുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനോട് സഹായം തേടാറുണ്ട്. യാ റസൂലല്ലാഹ് അൽ മദദ്, യാ റസൂലല്ലാഹ് അൽ ഗിയാസ്, യാ റസൂലല്ലാഹ് അൽ ഗൗസ്. നബിയെ, അവിടുത്തെ സഹായം വേണം നബിയെ, അവിടുത്തെ തിരുനോട്ടം വേണം നബിയെ എന്ന് നബിനോട് സഹായം തേടാറുണ്ട്. ഇത് സഹായതേട്ടം, നബിനോട് നടത്തുന്ന പ്രാർത്ഥന എന്നല്ല ഇതിന് പറയാ, സഹായതേട്ടമാണ്. അതുപോലെ ഷെയ്ഖ് ജീലാനിനെ വിളിച്ചുകൊണ്ട് സഹായം തേടാറുണ്ട്. ഇതൊരിക്കലും പ്രാർത്ഥനയല്ല, ഷെയ്ഖ് ജീലാനിയോട് സഹായം തേട്ടമാണ്. സഹായം തേട്ടനും പ്രാർത്ഥനയും രണ്ട് വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഇതാ ഞാൻ ഇവിടെ വായിക്കാൻ പോകുന്ന അൽമനാറാണ്. അൽമനാറിൽ പറയുന്നുണ്ട് എന്താ പ്രാർത്ഥന.
എന്താ പ്രാർത്ഥന എന്ന് അൽമനാറിൽ പറയുന്നുണ്ട്. മുജാഹിദുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി, പള്ളിപ്പുറത്തുള്ള എന്റെ മുജാഹിദ് സുഹൃത്തുക്കളൊക്കെ ശ്രവിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. നിങ്ങളൊന്ന് മനസ്സ് തുറന്ന് കേട്ടാൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ പരിഹാരമാകും. ഇന്നോടുകൂടി ഇത് അവസാനിപ്പിക്കാൻ കഴിയും. ഇനി വല്ലതും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരി, മൈക്ക് പോയിന്റ് നിങ്ങൾക്ക് തരാം. ഈ പള്ളിപ്പുറത്തുള്ള ഈ ഗ്രാമപ്രദേശത്തെ വിശാലമായി ഈ മരുഭൂമിയിൽ ഒരുമിച്ചുകൂടി ആളുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് നമുക്ക് മണിക്കൂറുകളോളം സംവദിക്കാം. ബഹുമാനപ്പെട്ട എന്റെ വന്യ സുഹൃത്ത് ഇസാഖ് ഫൈസിയും റഹീം ഫൈസിയൊക്കെ സന്നദ്ധരായി നിൽക്കുകയാണ് നിങ്ങളെ ചോദ്യത്തിന് മറുപടി പറയാൻ. നിങ്ങളെ കണ്ടപ്പോൾ ഉടനെ നമ്മുടെ പ്രസംഗം നിർത്തും. 9:50 50 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൂടി ഞാൻ പ്രസംഗിച്ച് അവസാനിപ്പിക്കും. നിങ്ങൾ വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത് മുജാഹിദിന്റെ അൽമനാറാണ്. അൽമനാറിൽ പറയുന്നുണ്ട് പ്രാർത്ഥനയുടെ മീനിങ്. എന്താ പ്രാർത്ഥന മീനിങ്? പ്രാർത്ഥനയ്ക്ക് അറബി ഭാഷയിൽ ദുആ എന്ന് പറയുന്നു. പ്രാർത്ഥനയുടെ അറബി ഭാഷ ദുആയാണ്. മുഹ്യിദ്ദീൻ ശൈഖിനോട് നമ്മൾ ആരും പ്രാർത്ഥിക്കലില്ല. മുഹ്യിദ്ദീൻ ശൈഖിനോട് ദ്വാരക്കാൻ ആരെങ്കിലും പറയുന്നുണ്ടോ? റസൂലുള്ളാഹിനോട് ദ്വാരക്കാൻ ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. എന്നാൽ പ്രാർത്ഥനക്ക് സഹായാർത്ഥന, വിളി, അപേക്ഷ എന്നൊക്കെ ഇതിനർത്ഥമുണ്ട്. സഹായാർത്ഥന എന്നും പ്രാർത്ഥനക്ക് അർത്ഥമുണ്ട്, വിളി എന്നും അർത്ഥമുണ്ട്, അപേക്ഷ എന്നും അർത്ഥമുണ്ട്. പക്ഷെ ഈ അർത്ഥമല്ല പ്രയോഗിക്കൽ. ഈ അർത്ഥത്തിൽ പ്രയോഗിച്ചാൽ അത് തെറ്റുമല്ല. മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിച്ചാൽ അത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വിളി എന്ന അർത്ഥത്തിലാണെങ്കിൽ ഓക്കെ, അത് തെറ്റൊന്നുമില്ല. പക്ഷെ അത് പ്രയോഗിക്കുന്ന ഒരു ഭാഷയല്ല. അപേക്ഷ, മുനിസിപ്പാലിറ്റി ഓഫീസിൽ നമ്മൾ അപേക്ഷ കൊടുക്കും, പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ കൊടുക്കും. ഈ അപേക്ഷയെ പറ്റി പഞ്ചായത്ത് ഓഫീസിൽ പ്രാർത്ഥന നടത്തിയെന്ന് ആരും പറയലില്ല. ഭാഷാപരമായി പറയുന്നതിന് തെറ്റൊന്നുമില്ല ഡിക്ഷണറി ഭാഷയിൽ. പക്ഷെ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തിനാണ്? കേട്ടോളൂ നിങ്ങൾ. മനുഷ്യൻ ഉടമയായ അള്ളാഹുവിനോട് നടത്തുന്ന അർത്ഥനയാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ദുആ അഥവാ പ്രാർത്ഥന. അപ്പൊ ഒരടിമ ഉടമയായ അള്ളാഹുവിനോട്, അള്ളാഹുവാണെന്ന വിശ്വാസത്തോടെ ഒരാൾ ചോദിക്കുന്നതിനാണ് ഇസ്ലാമിക ലോകം പ്രാർത്ഥന ദുആ എന്ന് പറയുന്നത്. ഇസ്ലാമിക ലോകത്തിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇതല്ലാതെ അടിമയല്ല, ഉടമയുമല്ല. ഉടമയായ അള്ളാഹുവിന്റെ അടിമ മാത്രമായ അതേ വിശേഷപ്പെട്ട അടിമയായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുത്തെ ഉമ്മത്തിലെ അഗ്രേസരായ ആലിമായ വലിയിന്റെ നേതാക്കളുടെ കൂട്ടത്തിൽ വളരെ പ്രഗത്ഭനായ നേതാവായ ശൈഖ് ജീലാനിയോടോ ഒരാൾ സഹായം തേടിയാൽ അതിനെപ്പറ്റി പ്രാർത്ഥന എന്ന് പറയാറില്ല, സഹായതാട്ടെന്നാ പറയാ. കാരണം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പേടുന്ന ആള്, പ്രാർത്ഥിക്കുന്ന ആൾ അടിമയാകണം, പ്രാർത്ഥിക്കപ്പെടുന്ന ആൾ ഉടമയാകണം. ഇമാം റാസിയും അത് പറയുന്നുണ്ട്. തൊലബുൽ അബ്ദി മിർ റബ്ബിഹി ഹവായിജഹു. അടിമ റബ്ബിൽ നിന്ന് ആവശ്യം തേടുന്നതിനാ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യും വഹാബികൾ? നമ്മൾ മൊയ്തീൻ ശൈഖിനോട് വല്ല സഹായം തേടുന്നുണ്ടെങ്കിൽ, ബദരീങ്ങളോട് വല്ല മദതും തേടുന്നുണ്ടെങ്കിൽ അത് ബദരീങ്ങളോടുള്ള പ്രാർത്ഥന അത് ഇബാദത്താണ്. അപ്പം ബദരീങ്ങളെ ഇബാദത്ത് ചെയ്യുന്നു, ആരാധിക്കുന്നു. അപ്പൊ ബദരീങ്ങളാണ് ഇവരുടെ ദൈവം. ഇവർ അള്ളാന്റെ കൂടെ മറ്റു ദൈവങ്ങളെ സ്ഥാപിക്കുന്നു എന്ന് പറയും. ആട്ടിനെ പട്ടിയാക്കി, പിന്നെ പേപ്പട്ടിയാക്കി, എന്നിട്ട് പേപ്പട്ടിനെ അടിച്ചു കൊല്ലണമെന്ന് കായികയുണ്ടാക്കി അടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നു. പാവം ആട്, അത് പട്ടിയല്ല, അത് പേപ്പട്ടി തീരെയുമല്ല, അത് അടിച്ചു കൊല്ലപ്പെടേണ്ടതല്ല. വഹാബികളെ, നിങ്ങൾ ഈ തന്ത്രമാണ് ഇവിടെ മനിയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുജാഹിദുകളിൽ ജിന്ന് വന്നപ്പോൾ ജിന്നിനെ സഹായം തേടുന്നു. നിങ്ങൾ പറഞ്ഞോ ജിന്നിനോടുള്ള പ്രാർത്ഥനയാണതെന്ന്? ശംസുദ്ദീൻ ബാലത്തിന്റെ നേരത്തെ പറഞ്ഞ ക്ലിപ്പ് ഒന്നും കൂടി കേൾക്കൂ നിങ്ങൾ. കൂടുതൽ നല്ലത് ഇഷ്ടം പോലെ ഉണ്ട്. എത്ര ചീത്തണ്ടോ അത്ര തന്നെ നല്ലതുണ്ട്. ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും. പിന്നെ സുബൈക്ക് നമ്മൾ കിടന്നുറങ്ങൂല, അവർ വിളിച്ചമർത്തിക്കോളും. അതിനെന്താ വഴി? അതിന് വഴി ഉണ്ടായി ഞാൻ പറയാൻ പോകണം. അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിന്റെ സപ്പോർട്ട് വേണം. മനസ്സിലായില്ലേ? എത്രത്തോളം എന്ന് വെച്ചാൽ നിങ്ങൾ റോഡിലൂടെ നടക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം വന്ന ആ അപകടത്തിൽ നിന്ന് പോലും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. ഇപ്പൊ റോഡിന്റെ അരികിലൂടെ നടക്കുന്ന നേരത്ത് ഒരു വാഹനം കൊണ്ട് വന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളാരോ തള്ളിയെന്ന് തോന്നി. ആരുമല്ല, നിങ്ങളെ സുഹൃത്താണ്. സംഭവിക്കാം, അതാണ് മാറും. എത്ര സംഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഞാനെങ്ങനെ ഒഴിഞ്ഞു, നമ്മൾ വിചാരിക്കും ഞാനെങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു, ഒട്ടും ഞാൻ അവിടുന്ന് വണ്ടി ഒന്നും ശ്രദ്ധിച്ചില്ല, പക്ഷെ ഞാൻ ഒഴിഞ്ഞാണ്ട് പോയി എന്ന് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പലരും പറയാറുണ്ട്. അതിന്റെ പിറകിൽ നമ്മളെ സഹായിക്കാൻ അപ്പൊ ജിന്നു വർഗത്തിൽ സഹായികൾ ഉണ്ടാവും. നോക്കൂ നിങ്ങൾ, നമ്മൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ജിന്ന്, പല നേട്ടങ്ങളും നമുക്ക് തരുന്ന ജിന്ന്, ആ ജിന്നിന് സഹായി എന്നാ പറയുന്നത്. നമ്മളെ സഹായിക്കും അവർ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അവരോട് നമ്മൾ പ്രാർത്ഥന നടത്തുക എന്നൊരു പ്രയോഗം നടത്തണില്ല. സഹായതേട്ടമാണ്.
സഹായതേട്ടൊന്ന് വേറെ, പ്രാർത്ഥനയൊന്ന് വേറെ. അള്ളാഹുവിന്റെ മഹാന്മാരോട് സഹായം തേടാം, അവരോട് പ്രാർത്ഥന നടത്തുന്നില്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് ഇലാഹായ അള്ളാഹുവിനോട് നടത്തുന്നതിനാണ്, ദുആ ആണ്. അത് അള്ളാഹുവിനോടേ നടത്താറുള്ളൂ. നേരെ മറിച്ച് അള്ളാഹുവിന്റെ അടിമകളായ അള്ളാഹുവിന്റെ പ്രവാചകന്മാരോട്, അള്ളാഹുവിന്റെ മഹാന്മാരോട്, ഔലിയാക്കളോട്, സ്വാലിഹികളായ ജിന്നുകളോട് സഹായം തേടാം. അവരോട് സഹായം തേടുന്നതിന്, അവരോട് കാവൽ നേടുന്നതിന് ഇസ്ലാമിക ലോകത്ത് ധാരാളം ചരിത്രങ്ങൾ കാണാം. വിശുദ്ധ ഖുർആൻ അത് പഠിപ്പിക്കുന്നുണ്ട്, വിശുദ്ധ ഹദീസ് അത് പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിക ലോകത്തെ പുണ്യവാളന്മാരുടെ വളരെ അവിതർക്കിതമായ അനിഷേധ്യമാം വിധം സ്ഥിരപ്പെട്ട ധാരാളം ചരിത്രങ്ങൾ അത് പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ മുഴുവനും അത് നിറഞ്ഞു നിൽക്കുകയാണ്, ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത വിധം. നിങ്ങൾ നോക്കൂ, സൂറത്തു നിസായിൽ അല്ലാഹു പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലൗ അന്നഹും ഇല്ലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. നബിയേ, തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ, സ്വശരീരത്തോട് തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ, ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, നബിയെ നിങ്ങളടുത്ത് വന്ന് അവർ തൗബ തേടിയാൽ, അവർ നിങ്ങളടുത്തേക്ക് വരിക, തെറ്റ് ചെയ്ത ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വരിക. ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അള്ളാഹുവിന്റെ റസൂലിനെ ഇടയാളനാക്കിയിട്ട് അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നു. നിങ്ങളടുത്ത് വന്നിട്ട് ഇസ്തിഗ്ഫാർ നടത്തുന്നതിനാ? അത് നിങ്ങൾ ഇടയാളനാക്കനാണ്. എന്നിട്ടോ നിങ്ങൾ അവർക്ക് വേണ്ടി ശഫായത്ത് ചെയ്യുന്നു. നബിയെ, തെറ്റ് ചെയ്ത ആളുകൾ നിങ്ങളടുത്തേക്ക് വരണം എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസാഇന്റെ 64-ാമത്തെ ആയത്ത്. ഈ ആയത്ത് കേട്ടിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വന്നു സഹാബികൾ. ഹയ്യം വ മൈതൻ ഫിത്തുറാബി റബീമ, അള്ളാഹുവിന്റെ റസൂല് ജീവിച്ചിരിക്കുന്ന സമയത്ത് എത്രയോ ആളുകൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന്, നബിയേ സമയത്തുല്ലാഹ യഖൂലു, അല്ല പറയുന്നത് കേട്ടിട്ട് വന്നതാണ് നബിയേ, തെറ്റ് ചെയ്യുന്ന ആളുകൾ നിങ്ങളടുത്തേക്ക് വരണം, നിങ്ങൾ ഇടയാളനാക്കണം നബിയേ. സഫീറൻ ബൈനീ വ ബൈനല്ലാഹ്, എന്റെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ള ഇടയാളൻ നിങ്ങളാണ് നബിയേ. അള്ളാഹുവിന്റെ റസൂല് വഫാത്തായപ്പോഴ് അവിടുത്തെ ഖബറിന്റെ അടുത്ത് വന്ന്, അവിടുത്തെ ആദരവായ ഹുജറത്തു ശരീഫയിലെ റൗളത്തു ശരീഫയിൽ വന്നുകൊണ്ടും പലരും പറഞ്ഞു, നബിയേ സമയത്തുല്ലാഹ യഖൂലു, അള്ളാഹു പറയുന്നത് ഖുർആനിൽ ആയത്ത് കേട്ടിട്ട് വന്നതാണ്. വലൗ അന്നഹും ഇല്ലമൂ അൻഫുസഹും ജാഊക വസ്തഗ്ഫിറുല്ലാഹ ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, തെറ്റ് ചെയ്ത ആളുകൾ നിങ്ങളടുത്തേക്ക് വരണം നബിയേ, നിങ്ങളെ അടയാളനാക്കിയിട്ട് ദുആ ചെയ്യണം നബിയേ, നിങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ റസൂല് ശഫാഅത്ത് ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആനിൽ ആയത്ത് കേട്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത് നബിയേ. അതുകൊണ്ട് എന്റെ കാര്യത്തിൽ ശഫാഅത്ത് ചെയ്യൂ നബിയേ. യാ ഖൈറ മൻ ദുഫീനത്ത് ബിൽഖായി അഅ്ലമുഹു, ഇവിടെ മറവിട്ട് കിടക്കുന്ന നബിയേ. യാ സയ്യിദസ് സാദാതി ജീതുക ഖാസിദാ അർജൂ റിളാക വഅഹ്തമി ബിഹിമാക, അങ്ങയുടെ പൊരുത്തമാണ് നബിയേ, അങ്ങയുടെ കാവല് വേണം നബിയേ. യാ ഖൈറ യാ ഖൈറ മൻ ദുഫീനത്ത് ബിൽഖായി അഅ്ലമുഹു ഫതാ അങ്ങേ കൊണ്ടല്ലേ ഈ മരുഭൂമി മുഴുവനും പ്രകാശിക്കുന്നത് നബിയേ, ലോകത്തിന്റെ പ്രകാശമായ നബിയേ എന്നൊക്കെ വ്യത്യസ്ത ശൈലിയിൽ, വ്യത്യസ്ത രൂപത്തിൽ, വ്യത്യസ്ത കവിതകളിലൂടെ, വ്യത്യസ്ത വരികളിലൂടെ, വ്യത്യസ്ത ആശയങ്ങളിലൂടെ പ്രവാചകരുടെ റൗള ഷരീഫിൽ വന്നുകൊണ്ട് ഈ ആയത്ത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് നബിയേ. എന്താ ആയത്തിൽ പറയുന്നത്? തെറ്റ് ചെയ്ത ആളുകൾ നിങ്ങളടുത്ത് വരാൻ. ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമാണ് ഈ ആയത്തിന്റെ വാദകമെങ്കിൽ വഫാത്തായ ഖബറിന്റെ അടുത്ത് വന്നുകൊണ്ട്, നബിയുടെ അടുത്ത് വന്നുകൊണ്ട് ഈ ആയത്തിന്റെ ഭാഷ്യപ്രകാരമാണ് ഞാനിവിടെ വന്നത് എന്ന് പറയേണ്ട എന്താവശ്യമാവുള്ളത്? എന്താവശ്യമുള്ളത്? വഹാബികളെ നിങ്ങൾ കേട്ടോ, നിങ്ങൾ പറയലില്ലേ മൊഹീദ്ദീൻ ഷേഖ് ഞങ്ങൾ ആളാണ്, മൊഹീദ്ദീൻ ഷേഖിനോട് തേടാൻ പാടില്ല എന്ന മൊഹീദ്ദീൻ ഷേഖ് പറഞ്ഞത് പച്ച നുണയാ. മൊഹീദ്ദീൻ ഷേഖിന്റെ ഉഞ്ഞ എന്ന് പറയുന്ന കിതാബിന്റെ 11-ാമത്തെ പേജിൽ പോലും
ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ പോയിക്കൊണ്ട് നബിയോട് ഇത് പറയണം. കാരണം നബിന്റെ അടുത്തേക്ക് പോകാനായി ആയത്ത് പറയുന്നത് ഖബറിന്റെ അടുത്തേക്ക് പോകണമെന്ന്. അപ്പം വഫാത്തായ നബിന്റെ അടുത്തും ജീവിച്ചിരിക്കുന്ന നബിന്റെ അടുത്തും അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു തആല മുഅ്ജിസത്ത് നൽകി. ആ മുഅ്ജിസത്തിൽ നിന്ന്, അസാധാരണ മാർഗത്തിൽ നിന്ന് സ്വഹാബത്ത് സഹായം തേടിയിട്ടുണ്ട്, സഹായം പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ട് സംഭവങ്ങളും കൂടി ഉദ്ധരിക്കാം. ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർകൾ വഫാത്തായി കിടന്നിട്ട് 2 വർഷവും 2 മാസവും കഴിഞ്ഞു. ആ സമയം മുസ്ലിമീങ്ങളുടെ അന്നത്തെ നേതാവ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒന്നാമത്തെ ഖലീഫ മഹാനായ സയ്യിദുനാ അബൂബക്കറുൽ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അവരുടെ ജനാസയും വഹിച്ചുകൊണ്ട്, തങ്ങൾ വഫാത്തായപ്പോൾ തങ്ങളുടെ ജനാസയും വഹിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ അതാ വരുന്നു, മദീനയിലേക്ക് വരികയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് നബിയോട് പറയുന്ന, നബിയേ, ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് നബിയേ സിദ്ദീഖും ബിൽ ബാബ്, അങ്ങയുടെ പ്രിയപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ, ആ സിദ്ദീഖിന്റെ ജനാസയുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് നബിയേ. ഈ സിദ്ദീഖിന്റെ ജനാസയെ അങ്ങോട്ട് കിടത്തട്ടെയോ നബിയേ. സിദ്ദീഖുൻ, നബിയെ സിദ്ദീഖ് തങ്ങൾ, ഹാദാ അബൂബക്കറും ബിൽ ബാബ്, അബൂബക്കർ സിദ്ദീഖ് ഇതാ വാതിലിന്റെ അടുത്ത്. എവിടെയാ വാതില്? ഖബർസ്ഥാനിൽ വാതിലുണ്ടാവോ? ഖബർസ്ഥാനല്ല, ഇത് മക്കാമാ. മക്കാമിന് പുറത്ത് ബിൽഡിംഗ് ഉണ്ട്, ബിൽഡിങ്ങിന് വാതിലുണ്ട്, വാതിൽ പൂട്ടിയിട്ടുണ്ട്. ആ വാതിലിന്റെ പുറത്താ വന്ന് വെച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സിദ്ദീഖിന്റെ, മുസ്ലിം ഉമ്മത്തിന്റെ ഖലീഫയായ സിദ്ദീഖിന്റെ, ആയിഷ ബീവിയുടെ പ്രിയപ്പെട്ട പിതാവായ സിദ്ദീഖ് തങ്ങളുടെ ജനാസ വെച്ചിട്ട് 10,000 സ്വഹാബികൾ അള്ളാഹുവിന്റെ റസൂലിന്റെ റൗള ശരീഫിന്റെ പുറത്തു നിന്നുകൊണ്ട് വിളിക്കുകയാണ്, നബിയേ സിദ്ദീഖും ബിൽ ബാബ്, ഹാദാ അബൂബക്കറും ബിൽ ബാബ്. അങ്ങ് വിളിച്ചു പറഞ്ഞു റസൂലുള്ളാഹിനോട്. ഏതാ റസൂലുള്ള? 2 കൊല്ലം മുമ്പ് വഫാത്തായ നബി. എന്റെ ജമാഅത്തെ ഇസ്ലാമിക്കാരാ, നിങ്ങളെന്താ പ്രബോധനത്തിൽ എഴുതിയെന്നറിയോ? നബി മണ്ണായി പോയി എന്ന് എഴുതി. അള്ളാഹുവിന്റെ റസൂല് മണ്ണിൽ ദ്രവിച്ചു പോയി എന്ന് എഴുതിയത്. എന്നാ ദ്രവിച്ചിട്ടില്ല എന്നാ സ്വഹാബത്ത് മനസ്സിലാക്കുന്നത്. എന്റെ മുജാഹിദുകാരാ, അള്ളാഹുവിന്റെ റസൂല് വഫാത്തായാൽ ഒരൊറ്റയാളും മരിച്ചാൽ കേൾക്കൂല എന്നാ നിങ്ങൾ പറയുന്നത്. സ്വഹാബത്ത് പറയുന്നു മരിച്ചാൽ കേൾക്കുമെന്ന്. കാരണം റസൂലുള്ളാഹിനെ വിളിക്കുന്നു, കേൾക്കാത്ത ആളോടാ വിളിക്കല്? ആണോ? ഇത്രയും സ്വഹാബത്ത് മുഴുവനും പൊട്ടന്മാരാ? എന്റെ മുസ്ലിം സഹോദരങ്ങളെ, ചിന്തിക്കുന്നില്ലേ? എന്റെ മുജാഹിദുകളെ, നിങ്ങൾക്ക് ചിന്തിക്കുന്ന ബുദ്ധിയില്ലേ? അള്ളാഹു ബുദ്ധി തന്നിട്ടില്ലേ? ഇതാരാ റിപ്പോർട്ട് ചെയ്തെന്നറിയോ? മുജാഹിദിന് ഒരിക്കലും തള്ളാൻ കഴിയാത്ത സർവ്വസംവാദ വേദികളിലും മുജാഹിദുകൾ അവരുടെ ഗ്രന്ഥമായി അവർ തെളിവായി ഉദ്ധരിക്കുന്ന ഫഖ്റുദ്ദീനുർ റാസിയുടെ പരിശുദ്ധമായ വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമായ ഇമാം റാസിയുടെ തഫ്സീർ ഇമാം റാസി റിപ്പോർട്ട് ചെയ്യുകയാണ്. സൂറത്തുൽ കഹ്ഫിന്റെ 18-ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു കറാമത്തുകൾ രേഖപ്പെടുത്തുന്ന കൂട്ടത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കറാമത്ത് രേഖപ്പെടുത്തിയതാണ്. പുറത്തുനിന്ന് സഹാബത്ത് വിളിച്ചപ്പോൾ എന്താ ഉണ്ടായത്? ഫൈദനിൽ ബാബ് ഖദിം ഫതഹ്, ഫൈദനിൽ ബാബ് ഖദിം ഫതഹ്. പ്രസംഗ സമയം അവസാനിച്ചിട്ടുണ്ട്. 9 മണി മുതൽ 10 മണി വരെയാണ് നമ്മൾ പ്രസംഗം ഉദ്ദേശിച്ചിട്ടുള്ളത്. സംഘാടകരുടനെ മേക്ക് പോയിന്റുമായിട്ട് ബന്ധപ്പെടുന്ന ആരെങ്കിലും ഒരാള്, മുജാഹിദുകളുണ്ട്, ചോദ്യകർത്താക്കൾ ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ പ്രസംഗം പൂട്ടിയിട്ടുണ്ടല്ലോ അല്ലേ ഉസ്താദെ? നിങ്ങൾ അവിടെ പോയിരുന്നു, നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ടതാണ്. ഞാൻ ഈ നാട് കാണാൻ തുടങ്ങിയ മുതൽ ബഹുമാനപ്പെട്ട മടക്കിമൽ ഉസ്താദിനെ ഇവിടെ കാണാറുണ്ട്. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ഒരുപാട് കാലം ഈ നാട്ടിൽ ദീനീ ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സജീവ സന്നദ്ധ സേവകനായി നാട്ടിന്റെ നാനാ ദിക്കുകളിലും ഓടി നടക്കുന്ന ഒരു പ്രബോധകനാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள். അപ്പോ സംഘാടകരോട് പറയാണ്, ആരെങ്കിലും ഉണ്ടോ? ചോദ്യകർത്താക്കൾ ആരെങ്കിലും ഉണ്ടോ? അവനെ ഒന്ന് ബന്ധപ്പെട്ടോ? കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് വേഗം പ്രസംഗം നിർത്തുക, ചോദ്യത്തിന് വേണ്ടി മാറ്റി വെക്കുകയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ വരണോ, അല്ലെങ്കിൽ ഞാൻ കുറച്ചു നേരം കൂടി പ്രസംഗം നീട്ടുകയാണ്. ആരെങ്കിലും ഉണ്ടോ? മുജാഹിദിന് തന്നെ ചോദിക്കണമെന്നൊന്നുമില്ല, നമ്മളെ വാക്കും ചോദിക്കാം. ഉണ്ടാ? ചോദ്യം ഉണ്ടാ? വരൂല എന്നാ? നിങ്ങൾ എന്തിനാ അവരെ അങ്ങനെ തള്ളുന്നത്? വന്നോട്ടെ. ചോദ്യകർത്താക്കളുണ്ടാ? ആന്നാ വരി 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 കമ്മിങ്, ഇങ്ങോട്ട് വരണം.
അപ്പൊ ഈ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫിന്റെ പുറത്തു വെച്ചുകൊണ്ട് സഹാബത്ത് വിളിച്ചു പറഞ്ഞു, നബിയേ സിദ്ദീഖും ബിൽ ബാബ്, സിദ്ദീഖും ബിൽ ബാബ് യാ റസൂലല്ലാഹ്, സിദ്ദീഖുൽ അക്ബർ വാതിലിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട് നബിയേ. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ പുറത്തു വെച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞപ്പോൾ ഖബറിന്റെ ഉള്ളിൽ നിന്ന് വിളിയാളം വന്നു. എന്താണ് വിളിയാളമെന്നറിയോ? ഫൈദനിൽ ബാബ് ഖദിം ഫതഹ്, പെട്ടെന്ന് തന്നെ വാതിൽ തുറന്നു നോക്കുമ്പോൾ വൈദാ ബിഹാതിഫിൻ യഹ്തിഫ്, ഖബറിന്റെ ഉള്ളിൽ നിന്നൊരു വിളിയാളം കേൾക്കുന്നു. അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, സിദ്ദീഖിനെ ഇങ്ങോട്ടേക്ക് കയറ്റൂ എന്ന് ഖബറിന്റെ ഉള്ളിൽ നിന്ന് വിളി വരികയും റൗള ശരീഫിന്റെ വാതിൽ തുറക്കുകയും സഹാബത്ത് ആ ജനാസ അവിടെ കയറ്റി വെക്കുകയും ചെയ്തു എന്ന് മംഗലാപുരം സംവാദത്തിൽ വഹാബികൾ ഉദ്ധരിച്ച കിതാബ് റാസി. അത് ജിന്നൂലികളാണ്. ഇനി ഇൻസൂരികളുണ്ട്. ആരാണവര്? അവർ കഴിഞ്ഞ മാസം ആവളയിൽ വെച്ച് അവര് ഔദ്യോഗിക വിഭാഗം KNM അവരുദ്ധരിച്ച ഗ്രന്ഥവും റാസിയ, സർവ്വവിഭാഗം ഉദ്ധരിക്കുന്ന ഗ്രന്ഥം റാസിയ. ആ റാസിയിൽ മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. ചുരുക്കം പറഞ്ഞാൽ അള്ളാഹുവിന്റെ മഹാന്മാരോട് സഹായം തേടുക എന്നത് അത് അവരോടുള്ള പ്രാർത്ഥനയാണെന്ന് വരുത്തി തീർക്കുക. ഭാഷാപരമായി ഇനി പ്രാർത്ഥന എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അത് ഇസ്ലാമികപരമായി സാങ്കേതികമായി പറയുന്ന ദുആ എന്നർത്ഥത്തിലുള്ള പ്രാർത്ഥനയല്ല അത്. ആ ദുആ എന്നർത്ഥത്തിലുള്ള പ്രാർത്ഥന അത് അള്ളാഹുവിനോടേ പറ്റുകയുള്ളൂ. അത് ഇസ്ലാം പറയുന്നു. അല്ലാത്തവരോട് അത് ശിർക്കാൻ. കാരണം അത് അള്ളാഹുവാണ്, ഇലാഹാണെന്ന ഉദ്ദേശത്തോടെ അല്ലെങ്കിൽ സ്വതന്ത്ര കഴിവുണ്ട് എന്ന ഉദ്ദേശത്തോടെ നടത്തപ്പെടുന്നതാണ്. മറിച്ച് അള്ളാഹുവിന്റെ മഹാന്മാരോട്, അള്ളാഹുവിന്റെ ഔലിയാക്കളോട്, അമ്പിയാക്കളോട് അവരോട് സഹായം തേടുന്നത് വിശുദ്ധ ഖുർആനിലെ ഒരൊറ്റ ആയത്തിലും അത് ശിർക്കാണെന്നോ അത് തെറ്റാണെന്നോ പറഞ്ഞിട്ടില്ല. വളരെ കൃത്യമായി ഇസ്ലാമിക പ്രമാണങ്ങൾ സംസാരിക്കുകയാണ്. ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിലും നമ്മുടെ ഒരു ആമുഖ പ്രസംഗം എന്ന നിലക്ക് മാത്രം ഇതിനെ കണ്ട് എന്റെ പ്രഭാഷണം ചുരുക്കി ചോദ്യകർത്താവിന് വേണ്ടി സമയം ഒഴിഞ്ഞു കൊടുക്കാൻ. ചോദ്യകർത്താക്കളുണ്ട് അല്ലെ? വന്നിരുന്നോളൂ, ചോദിക്കണം. വിനയപുരസരം. അസ്സലാമു അലൈക്കും.